മനുഷ്യ ചരിത്രത്തിലെ, ലോകത്തിലെ മനുഷ്യവാസത്തിലെ ഏറ്റവും സുവർണമായ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്നത്തെ മാലോകരും ജീവിക്കുന്നത്. എല്ലാവിധമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ശാസ്ത്രത്തിന്റെ നേട്ടത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ആസ്വദിക്കുന്ന ഒരു പുതിയ തലമുറയാണ് ഇന്നത്തെ ലോകം. നമുക്ക് മുൻപേ ലോകത്തിൽ ജീവിച്ചു മരിച്ച മനുഷ്യരെക്കാളെല്ലാം വളരെയധികം ഭാഗ്യശാലികളെന്ന് വേണമെങ്കിൽ നമ്മെക്കുറിച്ച്, ഈ തലമുറയെക്കുറിച്ച് പറയാം. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 198 രാജ്യങ്ങളിലായി കഴിയുന്ന നാം ഉൾപ്പെടെയുള്ള 850 കോടി ജനങ്ങൾ ജീവിത സൗകര്യങ്ങളുടെ പൂമെത്ത അനുഭവിക്കാത്തവർ ചുരുക്കമൊഴിച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല സൗകര്യങ്ങൾ, മനോഹരമായ വാസസ്ഥലങ്ങൾ, താമസിക്കുവാൻ വീടല്ല, ഗുഡ് മാൻഷൻസ്, നല്ല വാസസ്ഥലങ്ങൾ, ധരിക്കുവാൻ സുവർണമായ നല്ല ഫാഷനുള്ള ശരീരത്തിന് ചേരുന്ന മനോഹരമായ വസ്ത്രങ്ങൾ, ഭക്ഷണത്തിന് ഏറ്റവും രുചികരവും പോഷണം നൽകുന്ന ഭക്ഷണം, ഭവനത്തിലില്ലെങ്കിൽ നല്ല സുന്ദരമായ റെസ്റ്റോറന്റുകളാൽ മോടി പിടിപ്പിക്കപ്പെട്ട ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, യാത്ര ചെയ്യുവാൻ അതിസുന്ദരമായ വാഹനങ്ങൾ, വിവിധ രീതിയിൽ നല്ല നല്ല രാജവീതികളെ പോലെ ഗ്രാമങ്ങളിൽ പോലും തിളങ്ങുന്ന റോഡുകൾ, ആകാശപാത തുറന്നു കഴിഞ്ഞു. ഒരു വർഷം മുൻപേ ഉള്ള പാതയിൽ ഇന്ന് ആകാശപാത, ഇന്ന് വൈകുന്നേരം 600 മംഗലത്ത് അത്താഴം കഴിച്ചാൽ നാളെ വൈകുന്നേരം ഈ ഭൂമിയുടെ മറുഭാഗത്ത് പോയി അത്താഴം കഴിക്കത്തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ. അതുകൊണ്ട് ആയില്ല, കൈപ്പടത്തിൽ ലോകം വിരൽ തുമ്പിൽ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിൽ അമർത്തിയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ ഏത് കോണിലുണ്ടോ അവരെ കണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ലേ? എൻ്റെ ഈ പ്രഭാഷണം ഇതേ സമയത്ത് ലോകത്തിൽ വ്യത്യസ്ത ടൈം സോണിൽ ലോകത്തിലെ പല രാജ്യങ്ങളിൽ ലൈവായിട്ട് കാണുന്ന സംവിധാനങ്ങൾ. വൈദ്യശാസ്ത്രം വിജയത്തിന്റെ പേരി മുഴക്കുന്നു. ഒരു വാഹനത്തിന്റെ ടയർ മാറ്റുന്നത് പോലെ അന്തരവയവങ്ങൾ, ഹാർട്ടും ലിവറും കിഡ്നിയും എല്ലാം പറിച്ചു നടുന്ന വൈദ്യശാസ്ത്രം. ആകാശത്തിന്റെ അതിരുകളെ ഭേദിച്ചുകൊണ്ട് ശാസ്ത്രം എവിടെല്ലാം നീന്തി തുടിച്ചെന്നറിയാമോ? ശാസ്ത്രത്തിന്റെ കൈകൾ ചെന്നെത്താത്ത സ്ഥലങ്ങൾ ഇല്ലെന്നായി. കർത്താവിന്റെ ദാസന്മാർ, നമ്മൾ തിരുവചനത്തിൽ പഠിക്കും, സാത്താന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ എഴുതിയിരിക്കുന്നത് ആകാശത്തിന്റെ അധികാരിയായ സാത്താൻ എന്നാണ്. അത് ഈ ആകാശത്തെക്കുറിച്ചല്ല. കാരണം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എന്നാൽ സാത്താന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ശാസ്ത്രം കണ്ടെത്തി. ഈ നക്ഷത്ര മണ്ഡലങ്ങൾക്കെല്ലാം അപ്പുറത്തെ ഒരു വൈദ്യുതിയോ ലേസർ രശ്മിയോ യാതൊന്നും കടന്നില്ലാത്തൊരു സ്ഥലമുണ്ട്. മലയാളത്തിൽ ഇരുണ്ട ദ്രവ്യം, ഡാർക്ക് മാറ്റർ. അവിടെ അവൻ തമ്പടിക്കുന്നു. അവിടം വരെയും ഊളിയിടുവാൻ സയൻസിന് സാധിച്ചു. എല്ലാ വിധത്തിലും എല്ലാ തരത്തിലും ഏറ്റവും സുഖകരമായ ഒരു ലോകം. ഗ്രാമങ്ങളിൽ പോലും ഹൈപ്പർ മാർക്കറ്റുകൾ നിറഞ്ഞു നിൽക്കുന്നു. പർച്ചേസ് ചെയ്യാൻ പോകണ്ട, വിരലമർത്തിയാൽ വീട്ടിൽ സാധനങ്ങൾ വരുന്നു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണെങ്കിൽ വളരെ ഭംഗിയാണ് ആ ലോകം. എന്നാൽ ഒരു മറുവശത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ഇത്ര സുന്ദരമായ ഭൂമിയാണെങ്കിലും ഈ ഭൂമിയിൽ വസിക്കുന്ന 850 കോടി ജനങ്ങളിൽ ആത്മീയരല്ലാത്തവരെ നോക്കിയാൽ സമാധാനത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു തലമുറയല്ലേ? സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, നിരാശയുടെ നീർക്കയത്തിലല്ലേ മനുഷ്യർ നീന്തി തുടിക്കുന്നത്? ആത്മഹത്യയുടെ കണക്കറിയാമോ? ഏറ്റവും വലിയ അക്ഷര സ്റ്റേറ്റായ കേരളത്തിന്റെ കണക്ക് 24 പേരാണ് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നത്. പഴയ കണക്കാ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ അവതരിപ്പിച്ച, ഇന്നതെല്ലാം മാറി. അഥവാ 1 മണിക്കൂറിൽ ഒരു മലയാളി ജീവിതം അവസാനിപ്പിക്കുന്നു.
മനുഷ്യവർഗത്തിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം എന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? കഴിഞ്ഞ തലമുറയുടെ ക്യാരക്ടർ അല്ല ഈ തലമുറ. ശ്രദ്ധിക്കണം. ആരെയും അനുസരിക്കുവാൻ ഒരു കൂസലുമില്ലാത്ത, ആരെയും അനുസരിക്കാത്ത ഒരു തലമുറ. നിയമങ്ങൾ നിഷേധിക്കുവാൻ, നിയമലംഘനം നടത്തുവാൻ ഒരു പേടിയുമില്ല. അധികാരികളോട് യാതൊരു വിധേയത്വവുമില്ല. എല്ലാവിധത്തിലും തകർന്ന ഒരു ലോകം. ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ലോകത്തിൽ പെരുകിയ കാലമുണ്ടോ? കാണുന്നില്ലേ? വേട്ടയാടുന്നത് കേരളത്തിൽ മയക്കുമരുന്ന് വേട്ട. അപ്പൊ എന്തും ലോകത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സാണ് മയക്കുമരുന്ന്. അതിനെ തളയ്ക്കാൻ ഒരു ഗവൺമെന്റിനും സാധിക്കത്തില്ല. നമ്മുടെ എലിമെന്ററി ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവച്ചിരിക്കുന്ന ചോക്ലേറ്റിനകത്ത് മാരകമായ മയക്കുമരുന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരമാണ് കാലം. മയക്കുമരുന്നുകളുടെ മായാലോകത്തിൽ ലോകം കടക്കുന്നു. വഴക്കുകളും കലാപങ്ങളും കേരളത്തെയോ അറുന്നൂറ്റിമംഗലത്തെയോ കാണരുത്, ഇന്ത്യയെ കാണരുത്. നിങ്ങൾ ലോകത്തെ മുഴുവൻ നോക്കണം. എവിടെയും കലാപം. തീവ്രവാദികൾ നടമാടുന്നു, നെട്ടോട്ടമോടുന്നു. തീവ്രവാദികളുടെ നാടായി ലോകം മാറി. കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല. ശരിയാണോ? വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ കലാശിച്ച ദുഃഖസത്യത്തിൽ ക്രൈസ്തവ ലോകം ഇരുണ്ടിരിക്കുന്നില്ലേ? ഒരു 50 വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിലെ ക്രൈസ്തവ ലോകത്തിൽ വിവാഹമോചനം കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. വിവാഹമോചനങ്ങൾ പെരുകുന്നില്ലേ? കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുടുംബ കോടതി. ദുഃഖത്തോടെ വിളിച്ചു പറയാം, അവിടെ നിൽക്കുന്ന ക്യൂ കാണുക. വളരെ സങ്കടം തോന്നും. ഏത് വിഭാഗമാണെന്ന്. കുടുംബ തകർച്ച മാത്രമല്ല, എല്ലാ വിധത്തിലും ആരോട് വിധേയത്വമില്ലാത്ത ഒരു പുതിയ തലമുറ. കൃത്രിമത്വം വർദ്ധിച്ച ലോകം. മായം ചേർക്കൽ ഒരു കലാപരിപാടി പോലായില്ലേ? മായം ചേർക്കൽ ഒരു കലാപരിപാടി പോലെ. ഞാനും നിങ്ങളും കഴിക്കുന്ന ഭക്ഷണം വാസ്തവത്തിൽ ജീവിച്ചിരിക്കുന്നത് കൃപ കൊണ്ടാ. ഒരു നല്ല പേഴ്സന്റ് വിഷമാ കഴിക്കുന്നത്. ഡാളസിന്ന് ഒരു സഹോദരൻ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞ സെപ്റ്റംബർ. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ അനുഭവം മറിച്ചായിപ്പോയി. ബ്ലസ്സൻ എന്നാണ് പേര്. സണ്ണി എബ്രഹാം ഭാഷയുടെ നാട്ടുകാരനാണ്, റാന്നിക്കാരനാണ്. അദ്ദേഹവും ഭാര്യയും 45 വയസ്സേ ഉള്ളൂ. വളരെ ആഗ്രഹത്തോടെ മാതൃരാജ്യം കാണാൻ വന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ നാട്ടിൽ വന്നു, കേരളത്തിൽ വന്നു, നാടെല്ലാം കണ്ടു, തിരിച്ചു വന്നു. ഡാളസിൽ വന്നു. രണ്ടുപേരും പിറ്റേ ദിവസം അഡ്മിറ്റായി. ഹെപ്പറ്റൈറ്റിസ് ബി. അവർ റിസർച്ച് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളത്തിൽ നിന്നും കിട്ടിയതാണ്. ആ ബ്ലസ്സൻ പറഞ്ഞു കേൾക്കണമോ? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ മുതൽ തിരിച്ച് എയർപോർട്ടിൽ കയറുന്നത് വരെ ഞാൻ ഞങ്ങളുടെ വീട്ടിലെ റാന്നിയിലെ വെള്ളം പോലും കുടിച്ചില്ല. ഞാൻ ബോട്ടിൽ വെള്ളമാണ് മേടിച്ച് കുടിച്ചത്. എല്ലാ ബോട്ടിലുകാരും കുഴപ്പക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ബോട്ടിൽ വെള്ളമാണ് കുടിച്ചതെന്ന് പറഞ്ഞു. വളരെ പ്രാർത്ഥിച്ചെങ്കിലും ബ്ലസ്സന്റെ ജീവൻ പോയി. സഹോദരി ഇന്ന് ജീവിക്കുന്നു. മായം ചേർക്കൽ, എവിടെയും മായം ചേർക്കൽ എന്ന ലോകം. സമാധാനമില്ലാത്ത ലോകം. തീർന്നില്ല. ഉറക്കക്കുറവില്ലേ? ഉറങ്ങുവാൻ സാധിക്കുന്നുണ്ടോ? കുന്നോളം പ്രശ്നം. എന്താണ് മനുഷ്യവർഗത്തിന് ഈ കുഴപ്പം? ഈ കുഴപ്പത്തിനൊരു കാരണമുണ്ട്. ഒരു സിസ്റ്റം ഈ തലമുറയിൽ തീരും. ഒരു സിസ്റ്റം ഈ തലമുറയിൽ തീരും. അത് തിരുവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഏത് സിസ്റ്റം? ഇന്ന് ഇത്രയുമെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ചില കാര്യങ്ങളിൽ. മിക്കവാറും ലോകത്തിലെ 98% രാജ്യങ്ങൾ ഡെമോക്രാറ്റിക് കൺട്രീസ് ആണ്. സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ള വീട്ടിൽ താമസിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാതിരിക്കാം. ഇല്ലേ? ഇതെല്ലാം സ്വാതന്ത്ര്യമാണ്, നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇതിനു മുഴുവൻ കൂച്ചുവിലങ്ങിടുന്ന ഒരുവൻ ഇതാ വരാൻ പോകുന്നു. ഒരുവൻ ഇവിടെ വരാൻ പോകുന്നു. ഇതേ
തിരുവചനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, 2023 ജാനുവരി 2025 ജാനുവരി 23 കൃത്യം പറഞ്ഞാൽ ഒരു വാർത്ത പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളിലെല്ലാം വന്നു. മലയാളത്തിലെ പ്രമുഖരായ പത്രക്കാർ അതിന് കൊടുത്ത തലക്കെട്ട് അതിരുകളില്ലാത്ത ലോകം. അതിരുകളില്ലാത്ത ലോകം എന്താണെന്നറിയാമോ? 2025 ഈ വർഷം ജാനുവരി 23 സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ജനീവയിൽ ലോകരാഷ്ട്ര തലവന്മാർ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ഏതെല്ലാം രാഷ്ട്ര തലവന്മാരെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ലോകരാഷ്ട്ര തലവന്മാരെന്നാണ് ന്യൂസ്. ആ ഒപ്പുവെച്ച ഉടമ്പടിക്കകത്തെ ക്ലോസ്, അതിർത്തികളിലെ രക്ഷാസേനകളെ മുഴുവൻ പിൻവലിക്കാം, അതിർത്തികൾ തുറന്നിടാം, പൗരന്മാർക്ക് യഥേഷ്ടം സഞ്ചരിക്കാം, നമുക്കൊരു ലോകമായിട്ട് മാറാം. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽമാരിൽ ഒരാളായ ശ്രീവിലിൻ നിസ്സിയാണ് ഈ ഉടമ്പടിക്ക് ആതിഥേയത്വം വഹിച്ചത്. ഉടമ്പടി സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ വാക്ക്, അടുത്ത തലമുറയ്ക്കുള്ള സമ്മാനം എന്താ? ഒറ്റ ലോകം, വൺ വേൾഡ് എന്ന് പറയുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപേ വേദപുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തി, ഒരുവൻ ഈ ലോകത്തെ നിയന്ത്രിക്കും, ഒരുവന്റെ കയ്യിൽ ലോകരാജ്യങ്ങൾ ചെല്ലും. വായിക്കാം വെളിപ്പാട് പുസ്തകം 13 അധ്യായം 1 വാക്യം വായിക്കാം. വായിച്ച ശേഷം 7 വാക്യം വായിക്കാം. വെളിപ്പാട് 13:1 വായിച്ചിട്ട് 7 വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അടുത്ത നോക്കിക്കോണം. ഇതിന്റെ വിശദീകരണത്തിലേക്കൊക്കെ പോയാൽ നമുക്ക് സമയമില്ലാതെ, മാത്രമല്ല വിട്ടിരിക്കുന്ന ദൈവദാസന്മാർ ക്ലാസ് എടുക്കുന്നതാ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കയറുന്നില്ല. 10 കൊമ്പ് 7 തല 10 രാജമുടി. 10 രാജമുടി അവന്റെ അലങ്കാരം അറ്റാൻ കിട്ടിയാ ചിന്തിക്കാം. അവൻ എങ്ങനെ ഭരിക്കും? 7 വാക്യം വായിക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം ദൈവമക്കൾ അടിവരയിട്ടുകൊള്ളുക. വായിക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം. സകല ഗോത്രത്തിന്മേലും, നിങ്ങൾ ശ്രദ്ധിക്കണം, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിക്കും. അവൻ അധികാരം ലഭിക്കും. സകല ഗോത്രത്തിന്മേലും സകല ജാതിമേലും സകല ഭാഷമേലും അവൻ അധികാരം ലഭിക്കുമെന്ന് 2000 വർഷം മുമ്പ് എഴുതിയെങ്കിൽ അതിന്റെ ചുരുക്കം ഇതാണ്: ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും ഒരുവൻ നിയന്ത്രിക്കും. നിങ്ങൾക്കറിയാമോ, സംസ്കാര നായകന്മാരും യുണൈറ്റഡ് നേഷൻസും ആശീർവദിച്ചിരിക്കുന്ന സിസ്റ്റമാ വൺ വേൾഡ് ഓർഡർ, ന്യൂ വേൾഡ് ഓർഡർ. എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ പരമാധികാരം. ഇന്ത്യക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി, അമേരിക്കയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ്, ചൈനയ്ക്ക് ചൈനീസ് പ്രസിഡന്റ്, അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ തന്നെ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം: ലോകത്തിന് സമാധാനത്തിന് വേണ്ടിയും ഒരു ലോകമാക്കുവാനും എല്ലാവർക്കും സ്വീകാര്യനും മിടുമിടുക്കനും കഴിവുള്ളവനും ആളുകളെ സമന്വയിപ്പിക്കുവാൻ പ്രാപ്തനും ബുദ്ധിമാനും അറിവുള്ളവനും ആയ ഒരുവനെ കണ്ടുപിടിക്കാം. അവന്റെ കയ്യിൽ ലോകം കൊടുക്കാം. അവന് വേൾഡ് റൂളർ എന്ന് പേരിടാം. വചനമറിയാവുന്ന ദൈവമക്കൾക്കറിയാം ഇതാരാണ്? ആന്റി ക്രൈസ്റ്റ്, മലയാളത്തിൽ എതിർ ക്രിസ്തു. അവൻ വെളിപ്പെടുവാൻ പോകുകയാണ് ഈ തലമുറയിൽ. 50 വർഷം കഴിഞ്ഞല്ല, ഈ തലമുറയിൽ അവൻ വെളിപ്പെടുന്നതിന്റെ സന്നാഹമാണ്. 2 വിധത്തിലുള്ള സന്നാഹം. ഒന്ന്, മനുഷ്യരുടെ ഇടയിലുള്ളതായ അസ്വസ്ഥതകൾ. 2, മനുഷ്യരുടെ സ്വഭാവം മാറുന്നു. സ്നേഹം, വിശുദ്ധി, ഇതെല്ലാം മാറുന്നത് നിങ്ങൾ കണ്ടോ? ലോകത്തിൽ ഇന്ന് സ്നേഹം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. സ്നേഹത്തിനകത്ത് കൃത്രിമം, വിശുദ്ധി ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? സ്നേഹമില്ല, വിശുദ്ധിയില്ല. ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്നത് സ്വാർത്ഥത. മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ ഈ എന്റെ എന്നൊരു വാക്ക് ഈ തലമുറ പോലെ വന്നിട്ടില്ല.
എന്റെ ദൈവദാസന്മാർക്കറിയാം, ഈ എന്റെ എന്ന് പറയുന്നത് സാത്താന്റെ വാക്കാ. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തോളം വെക്കും. എന്റെ എന്ന ഒന്ന് മനുഷ്യരിലേക്ക് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. എന്റെ കാരണം മനുഷ്യർ സ്വാർത്ഥമതികളായി മാറി, സ്വഭാവം മാറി, ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുന്നു. എന്നാൽ എതിർ ക്രിസ്തു വരണമെങ്കിൽ അതിനു മുമ്പ് ഒരു സ്വർഗീയ നടപടി ഈ ഭൂമിയിൽ ഉണ്ടാവും. അത് പറഞ്ഞെങ്കിൽ മാത്രമേ എതിർ ക്രിസ്തു വരുന്നതിന്റെ അടയാളങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടണമെങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്നു, മറ്റൊരു സംഭവം ഈ ഭൂമിയിൽ നടക്കണം. ലോകത്തിൽ പുറകോട്ട് പോകുമ്പോൾ കാണാം, മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു. ഞാൻ പറഞ്ഞല്ലോ 850 കോടി ജനമുണ്ട്. തിരുവചനം പഠിപ്പിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 26-ാം വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഇത് ക്രൈസ്തവ ലോകത്തിന്റെ തിരുവഴുത്തായ വേദപുസ്തകത്തിലെ വാക്യമാണ് വായിച്ചത്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഉളവാക്കി. അതായത് നാം പറയും ആദത്തിന്റെ മക്കളാണ് ഈ ലോകത്തിലെ ജനങ്ങളെന്ന്. തിരുവചനം സയൻസ് അടിവരയിട്ട് സമ്മതിച്ചു. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന 850 കോടി ജനവും ഒറ്റയപ്പന്റെ മക്കളാണെന്ന് സയൻസ് തെളിയിച്ചു. കാരണം അവരുടെ കയ്യിൽ തെളിവുണ്ട്. തെളിവ് ഒന്ന്, ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യവർഗത്തിന്റെ DNA ജനികത കോഡ് 99.91. മനുഷ്യരുടെ മുഴുവൻ, അമേരിക്കക്കാരന്റെയും ജപ്പാൻകാരന്റെയും മലയാളിയുടെയും ഹിന്ദിക്കാരന്റെയും ചൈനക്കാരന്റെയും എല്ലാ DNA കോഡ് 1. 2, എല്ലാവരുടെയും ബോഡി ടെമ്പറേച്ചർ നോർമൽ 1. സകല രാജ്യത്തിലെയും ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ള BP, ബ്ലഡ് പ്രഷർ, സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് എല്ലാവർക്കും ഒരുപോലെ. എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഒരുപോലെ. എല്ലാ മനുഷ്യരിലും പുരുഷന്മാരിൽ 5.5 ലിറ്റർ രക്തം, സ്ത്രീകളിൽ അല്പം കുറവ്. എല്ലാ മനുഷ്യരുടെയും മസിലുകൾ 657. എല്ലാ മനുഷ്യരിലും 207 അസ്ഥികൾ. എല്ലാ കാര്യത്തിലും ഈ യൂണിഫോമിറ്റി വന്നപ്പോൾ സയൻസും പറയുന്നു ഒറ്റയപ്പന്റെ മക്കൾ. അങ്ങനെ ദൈവം സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ ജീവിക്കാനല്ല. വായിക്കാം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1:28. ഉൽപ്പത്തി 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്നോ. നിങ്ങൾ ജീവിക്കാനുള്ള പറഞ്ഞ വാഴുവീൻ. ഇവിടെ 3 സിസ്റ്റം ഉണ്ട് ജീവനുള്ള: പ്ലാൻ കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം. ശാസ്ത്രഭാഷയിൽ സസ്യലോകം, ജന്തുലോകം, മനുഷ്യലോകം. ഇതിൽ ജന്തുലോകത്തിൽ നമ്മളെക്കാൾ ആരോഗ്യം ബലവുമുള്ളതുണ്ട്, നമ്മളെക്കാൾ ശക്തിയുള്ളതുണ്ട്. പക്ഷെങ്കിൽ മനുഷ്യരല്ലാതെ ആരെങ്കിലും വാഴുന്നുണ്ടോ? ഗോളങ്ങളെ താണ്ടുന്നില്ലേ? ചൊവ്വയിൽ ചെന്നെത്തിയില്ലേ? വ്യാഴനിലെ ലക്ഷ്യമിടുന്നില്ലേ? എന്താ? തടിമെടുക്കല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാ. സകലത്തെയും നിയന്ത്രിക്കുന്ന മനുഷ്യനില്ലാതെ ആരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ? ഇതിലെ പോകുന്ന കൊമ്പനാനെ നിങ്ങൾ കണ്ടോ? 6000 കിലോ തൂക്കം, 10-13 അടി പൊക്കം. കൊണ്ടുനടക്കുന്ന ആനക്കാരന്റെ തൂക്കം അറിയാവോ? 40 കിലോ, വെറും 4.5 അടി. തിരിയാൻ പറഞ്ഞാൽ തിരിയും. കാരണം എന്നാണെന്നറിയാവോ? ദൈവത്തിന്റെ അനുഗ്രഹം. മനുഷ്യർ സകലത്തെയും വാഴാൻ പറഞ്ഞു. എന്നാൽ ആ വാഴ്ച പൂർണ്ണമാകാതിരിപ്പാൻ ഒരു ദുഃഖസത്യമുണ്ടായി നമുക്കറിയാം. മനുഷ്യന്റെ തേജസ്, ഭൂമിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വിടത്തക്കവണ്ണം മനുഷ്യനിൽ തിന്മയുടെ ശക്തിയാകുന്ന സാത്താൻ പാപം കടത്തിവിട്ടു. റോമാലേഖനം 3:23 പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. മനുഷ്യനിൽ പാപം കടന്നു വന്നു. 2 വിധത്തിലുള്ള പാപം: ജനറ്റിക് സിൻ,
ഒന്ന്, ജനിതക പാപം. ആദാം പാപം ചെയ്തതിനാൽ ആദത്തിന്റെ മക്കളാകിയാൽ നമ്മിൽ ഒരു ജനിതക പാപമുണ്ട്. നമ്മുടെ സ്വഭാവം തന്നെ നമ്മുടെ എല്ലാ രീതിയും നമ്മുടെ മാതാപിതാക്കളുടെ തുടർച്ചയാ. 50-50 എന്ന് പറയും സയൻസ്. അപ്പന്റെ അമ്മയുടെ സ്വഭാവം അല്ലേ? ഡോക്ടറെ കാണുമ്പോൾ ഡയബറ്റിക്കാന്ന് പറഞ്ഞ ചോദിക്കും, വീട്ടിൽ ആർക്കെല്ലാം ഉണ്ടായിരുന്നു? ചോദിക്കത്തില്ലേ? കാർഡിയാക് അറസ്റ്റ്, ഹാർട്ടിന്റെ പ്രശ്നമുണ്ടല്ലോ, ഉടനെ ഡോക്ടർ ചോദിക്കും, വീട്ടിൽ ആർക്കൊക്കെ ഉണ്ടായിരുന്നു? എന്താ? പാരമ്പര്യമാ. ഡയബറ്റിക് എന്ന് പറയുന്ന ബ്ലഡ് ഷുഗർ പാരമ്പര്യമാ. കാർഡിയാക് പ്രോബ്ലം അങ്ങനെ ഒത്തിരി പാരമ്പര്യമുണ്ട് രോഗങ്ങൾ. ഇതുപോലെ പാപം ഒരു പാരമ്പര്യ രോഗമാ. ആദത്തിന്റെ വംശത്തിൽപ്പെട്ടതിനാൽ ജന്മപാപം, അതോടൊപ്പം അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ പാപമായിട്ട് മാറി. ദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത പ്രവൃത്തി ആര് ചെയ്താലും അത് പാപമാ. ആ പാപം ചെയ്തപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടു. മനുഷ്യൻ പാപിയായപ്പോൾ ദൈവം ഈ മനുഷ്യനെ തകർക്കാനല്ല തീരുമാനിച്ചത്, വേറെ ഒരു സൃഷ്ടിയെ ഉണ്ടാക്കാനല്ല, ഇവനെ ക്ലീൻ ചെയ്യുവാൻ സ്വർഗമിറങ്ങി വന്നതാണ് യേശു. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശു ഒരു മതത്തിന്റെ ദൈവമല്ല. യേശു പെന്തക്കോസ്തുകാരുടെ സ്വത്തല്ല. യേശു ആകമാന മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഏകപരിഹാരം അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കാരണം ക്രിസ്തുവിൽ പാപമില്ല. അവൻ ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, വചനം ജഡമായതാ. യോഹന്നാൻ 8:46 പറയുന്നു, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. നമ്മളാണെങ്കിൽ വീട്ടിലെ നമ്മൾ സഹോദരിമാരെ ഒരു കുക്ക് ചെയ്ത് ഒരു ഫുഡ് ഉണ്ടാക്കുന്നു, ആർക്കെങ്കിലും ഗസ്റ്റിന് കൊടുക്കുവാൻ. അതിൻ്റെ കുക്കിംഗ് സമയത്ത് ശരിയായി നോക്കിയില്ല, അത് പോയി. എങ്കിലൊരു അപ്പമായിക്കോട്ടെ, കേക്ക് ആയിക്കോട്ടെ, നമ്മളത് കൊടുക്കത്തില്ല. നമ്മളത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് വേറെ ഒന്ന് നിർമ്മിക്കും. ശരിയല്ലേ? ഒരു ഷർട്ട് ഞാൻ തയ്പ്പിച്ചു, എൻ്റെ ബോഡിക്ക് അത് ചേരുന്നില്ലെങ്കിൽ ഞാൻ ഇടത്തില്ല, അത് ഞാൻ കളയും. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ വാഴാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ വാഴേണ്ടതിന് പകരം തിന്മ പ്രവർത്തിച്ചെങ്കിൽ ഈ സർവശക്തനായ ദൈവത്തിനെ മനുഷ്യവർഗത്തെ തുടച്ചു മാറ്റിയിട്ട് വേറൊരുത്തനെ സൃഷ്ടിക്കാമായിരുന്നു. അത് ചെയ്യാതെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡമെടുത്തു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. വായിക്കാം, എബ്രായർ 2:14. എബ്രായർ 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഒരു മനുഷ്യനിൽ പാപമുണ്ടെങ്കിൽ അവനിൽ സമാധാനം കാണുകയില്ല. ഒരു മനുഷ്യനിൽ പാപമുണ്ടെങ്കിൽ സമാധാനം കഴിയാത്തതിന്റെ കാരണം മനുഷ്യൻ എന്ന ആ സിസ്റ്റം ദൈവവുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ ഒക്കത്തില്ല. മറ്റ് സൃഷ്ടികളെ പോലല്ല. കാരണം മനുഷ്യനിൽ ദൈവത്തിന്റെ ശ്വാസമാണ്. ആ ദൈവവുമായി ബന്ധപ്പെടണമെങ്കിൽ മാത്രമേ ജീവിതം പരിപൂർണമായി വിജയിക്കത്തുള്ളൂ. എന്നാൽ പാപം ചെയ്താൽ ദൈവവുമായി ബന്ധമില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ ടെലിഫോണുമായിട്ട് പോകുമ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ റേഞ്ചില്ലെന്ന് പറയത്തില്ലേ? അത് തന്നെ പാപം ചെയ്ത് ഒരുവനെ ദൈവവുമായി ബന്ധപ്പെടാൻ സാധിക്കത്തില്ല. അവനെ തകർക്കാനല്ല ദൈവം തീരുമാനിച്ചത്. അവൻ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ യേശു എന്ന ദൈവം ജഡരക്തങ്ങളോട് ഇറങ്ങി. യേശു ദൈവം തന്നെ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും. അങ്ങനെ അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും ഉള്ളവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവദാസന്മാർ പറഞ്ഞതുപോലെ ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ നിരവധി ഉണ്ടെങ്കിലും 2 പ്രത്യേകത മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ വിഷയം. ഒന്ന് വായിക്കാം, ഫിലിപ്പിയ ലേഖനം 3:20 വായിക്കാം. ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആ വാക്യമാ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നോക്കിക്കേ ദൈവമക്കളെ,
ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മലയാളികളാണ്, ഞാൻ ഉൾപ്പെടെ. നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. ഇവിടെ ഇരിക്കുന്നത് ക്ലീറ്റസ് പാസ്റ്ററും അനൂപ് പാസ്റ്ററും സണ്ണി അബ്രഹാം പാസ്റ്ററും എല്ലാം ആരാ? ഇന്ത്യൻ പൗരന്മാരാണ്. തെളിവെന്താ? നമ്മുടെ കയ്യിൽ ആധാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ ആധാറുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, നല്ല കാര്യമാണ്. ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാം. വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ട്, റേഷൻ കാർഡിൽ നമ്മുടെ പേരുണ്ട്, ഗവൺമെൻറ് നമുക്ക് കൺസെഷനിൽ ഭക്ഷണം തരുന്നു, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. നമ്മൾക്ക് വസ്തു ഉണ്ടെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നമ്മുടെ പേരിലാണത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീട്. നമ്മൾ കരമടയ്ക്കുന്നത് നമ്മുടെ പേരിലാണ്. എൻ്റെ നിങ്ങളുടെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇപ്പം നമുക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്. എന്നാലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ഇത് മുഴുവൻ വെട്ടിക്കളയും. ആദ്യമേ റേഷൻ കാർഡിലേ വെട്ടും അല്ലേ, പിന്നെ പഞ്ചായത്ത് ഓഫീസിലേ വെട്ടും, എന്തിന് ബാങ്കിലേയും വെട്ടും, ചർച്ചിലെ രജിസ്റ്ററിലും അനുഭാഷ എഴുതും ആള് പോയെന്ന്, IPCയിലെ പാസ്റ്ററും എഴുതും ആള് പോയി. ശരിയാണോ? സ്കൂളിലാണെ വെട്ടും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, പൗരത്വം കിട്ടിയത് ആർക്കാന്നറിയാം? എവിടെയാ? ശരീരത്തിനാ. നമ്മൾ വലിയ മുഴുപ്പിൽ പറയും ഞാൻ പൗരനാ, ഇന്ത്യൻ പൗരനാന്നൊക്കെ അല്ലേ. നമ്മുടെ പൗരത്വം ആർക്കാ തന്നിരിക്കുന്നത് അറിയാവോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ ശരീരത്തിനാ. ശരീരം മണ്ണോട് ചേർന്ന് കഴിയുമ്പോൾ വെട്ടിക്കഴിയും. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവന്റെ ശരീരത്തിലല്ല പൗരത്വം, അവന്റെ ആത്മാവിനാ പൗരത്വം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. ആ സ്വർഗത്തിൽ പൗരത്വം ഉണ്ടെങ്കിൽ ഇനിയും വായിക്കാം. ഫിലിപ്പിയർ 3:20 വായിക്കാം. ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. വായിച്ചാട്ടെ, വായിച്ച. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടും അനുരൂപമായ രൂപാന്തരം. എന്താ കാര്യം എന്നറിയാവോ? കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14 നമുക്ക് കാണാനറിയാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ലോകത്തിൽ നിരവധി നേതാക്കന്മാർ, മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ശാസ്ത്രീയ നേതാക്കന്മാർ, ബിസിനസ്സുകാർ ജീവിച്ചു മരിച്ചു. ആരും പറഞ്ഞിട്ടില്ല ഞാൻ വരാമെന്ന്. ഒരുവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ മടങ്ങി വരും. അതാണ് കർത്താവായ യേശു. അവൻ മരണത്തെ ജയിച്ചവനാകിയാൽ അവൻ മടങ്ങി വരും. അവൻ ഈ തലമുറയിൽ മടങ്ങി വരും. ഈ തലമുറയിൽ നമുക്ക് ഈ അന്ത്യകാല വിഷയങ്ങളൊക്കെ പറയണേ ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല, എനിക്കറിയാം. കാരണം ഒരു 2-2.5 മണിക്കൂർ ഒരേ സ്റ്റോണിൽ പോയാലേ നടക്കത്തുള്ളൂ. നമ്മൾ യോഗം തുടങ്ങിയപ്പോൾ തന്നെ 8:15 ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ പറയാം. ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവാ. അവൻ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പ്രത്യക്ഷമാകും. അതിനുശേഷം എതിർ ക്രിസ്തു വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, ഈ ഭൂമി അവന്റെ കയ്യിൽ വരും. അവൻ തകർത്തു ഭരിക്കും. മുമ്പേ പറഞ്ഞ വാക്യത്തിലേക്ക് ഒന്നും കൂടെ വരാം. ഭരിക്കുമായി നമുക്ക് നോക്കാം. വെളിപ്പാട് 13:7. വെളിപ്പാട് 13:7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അവൻ ഈ ലോകത്തിൽ അധികാരം ലഭിച്ചു. അതിൻ്റെ റിഹേഴ്സൽ അവൻ നടത്തി കാണിച്ചു. അത് വിജയിച്ചു. ഏത് കാര്യത്തിനും റിഹേഴ്സലുണ്ട്. മനോഹരമായ ഗാനമാണ് സഹോദരനും സഹോദരിയും പാടിയത്. അവർ വീട്ടിൽ നേരെ കയറി വന്ന് പാടുകയല്ല, അവർ ട്രെയിൻ ചെയ്ത് ഇതിനു മുൻപ് പാടി പഠിച്ചിട്ടാണ്, അവർ റിഹേഴ്സ് ചെയ്തിട്ടാണ് പാടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലോ ചർച്ചിലോ ഏതെങ്കിലും പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാ? റിഹേഴ്സൽ നടത്തും. ജാനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയാ. അന്നൊരു പരേഡുണ്ട് ഇന്ത്യയിൽ, ന്യൂഡൽഹിയിൽ. അത് അന്നല്ല, മാസങ്ങൾക്ക് മുൻപ് തുടങ്ങും. ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപ് ഓരോ സ്റ്റേറ്റിലോട്ടും പറയും നിങ്ങൾക്ക് ഇന്നതാണ്. ഈ വർഷത്തെ പരേഡിൽ ഏറ്റവും മികവിൽ പുലർത്തിയത് ഒരു സ്റ്റേറ്റ് കേരളമാണ്. അത് ഓടി അങ്ങോട്ടല്ല ചെന്നത്. ഒരു 6-7 മാസം ശരിക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് റിഹേഴ്സൽ.
റിഹേഴ്സൽ എന്ന് പറയുന്നത് ഒരു സംഭവത്തിനെ ശരിക്ക് ട്രെയിൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുമോ? സകല ഗോത്രത്തിനോട് വിഷയമതാ, സകല ഗോത്രത്തിന്മേലും ജാതിമേലും വംശത്തിന്മേലും ഭാഷമേലും അവൻ അധികാരം. ഏതാണ്ട് 6500 ലാംഗ്വേജ് ഈ ലോകത്തിലുണ്ട്. മിക്കവാറും സംസാര ഭാഷ. 40 ലക്ഷം കൾച്ചറുണ്ട്, സംസ്കാരം കുറഞ്ഞത്. നമ്മുടെ കൊച്ചു കേരളം മിനിമം 5 സംസ്കാരമാണ്. ഉത്തര കേരളം, മധ്യ കേരളം, ദക്ഷിണ കേരളം, പശ്ചിമ കേരളം, പൂർവ്വ കേരളം, ഈ കുഞ്ഞു സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് സംസ്കാരം, പ്രൈസ് ദി ലോർഡ്, ഉള്ള ജനതതി, 6500 സ്പോക്കിംഗ് ലാംഗ്വേജ്, ധനവാൻ, സാധാരണക്കാർ, അതിസമ്പന്നർ, ദരിദ്രർ, ബിസിനസ്സുകാർ, കൃഷിക്കാർ, ശാസ്ത്രജ്ഞന്മാർ, ആത്മീയർ, മതനേതാക്കന്മാർ, ഭരണകർത്താക്കൾ എല്ലാം ഉണ്ട്. ഇവൻ നിയന്ത്രിക്കുമോ? ഒരു ചോദ്യം വരികയല്ലേ, ഇവനെ നിയന്ത്രിക്കാൻ സാധിക്കുമോ? അവൻ റിഹേഴ്സൽ നടത്തി തെളിയിച്ചു. ആ റിഹേഴ്സൽ വേദപുസ്തകത്തിൻ്റെ ഒരു നിവൃത്തിക്ക് വരുന്നത് അതുകൂടെ ഞാൻ പറയാം. 2019 മുതൽ ഏതാണ്ട് ഒരു 4 വർഷക്കാലം 30 രൂപ വിലയുള്ള സോപ്പിൻ്റെ കൊമളയെ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത ഒരു വൈറസ്, കൊറോണ, ലോകത്തെ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്നോ ജനത്തെ? ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ഒറ്റ കൊടക്കീഴിൽ എന്നെയും നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചതിനാൽ നമുക്കും അത് ബാധകമായി. സകലരെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നോ? യാത്ര പരിപൂർണമായിട്ട് നിലച്ചോ? റോഡുകൾ വിജനമായോ? എയർപോർട്ടുകൾ ശൂന്യമായോ? 2000 ഫ്ലൈറ്റ് പോകുന്ന ജോർജിയയിലെ ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് മുതൽ 4-5 ഫ്ലൈറ്റ് പോകുന്ന ജമ്മുവിലെ എയർപോർട്ട് വരെ ശൂന്യമായോ? ലോകത്തിലെ മുഴുവൻ നിരത്തുകളിലും ബമ്പർ ടു ബമ്പർ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ എവിടെ പോയി? 100, 150, 200 ബോഗികളുമായി ഓടിക്കൊണ്ടിരുന്ന റെയിൽവേ പാളം ശൂന്യമായോ? യാത്ര നിലച്ചോ? വീട്ടിൽ കയറാത്തവനും വീട്ടിൽ ഒതുങ്ങാൻ പഠിച്ചോ? ശ്രദ്ധിച്ചു നോക്കിക്കുക നിങ്ങൾ. ഒതുങ്ങിയോ? ബന്ധങ്ങൾ ഒലഞ്ഞോ? ബന്ധങ്ങൾ ഒലഞ്ഞത് കണ്ടോ? ഭാര്യ മരിച്ചിട്ട് ഭർത്താവിന് ബോഡി കാണാൻ സാധിച്ചോ? ഭർത്താവ് മരിച്ചിട്ട് ഭാര്യയ്ക്ക് വരാൻ സാധിച്ചോ? വേണ്ട, ഒരു നോക്ക് കാണാൻ അനുവദിച്ചോ? നീല പ്ലാസ്റ്റിക് കൊണ്ട് സിപ്പിട്ട് കത്തിച്ച് കരിച്ചു കളഞ്ഞപ്പോൾ സ്നേഹം മരവിച്ചോ? ഈ ലോകത്തിൽ നമ്മൾ കണ്ടതും അനുഭവിച്ചതുമായ കാര്യമാണ് ഞാൻ പറയുന്നത്. റോഡ് നടക്കാൻ നിയമം അനുവദിക്കാതിരുന്നില്ലേ? ഏതെങ്കിലും കടകൾ തുറന്നു വെച്ചോ? ആരെങ്കിലും വീട്ടിൽ ഒരു ഗസ്റ്റായി വന്നോ? നമ്മളേതെങ്കിലും വീട്ടിൽ പോയോ? പറഞ്ഞേ, ആരെങ്കിലും വരുന്നത് നമ്മൾ പറഞ്ഞില്ലേ, വരാൻ കണ്ട നേരം ഇല്ലേ? അങ്ങനെ പറഞ്ഞവർ ഇതിനകത്ത് ഇരിപ്പില്ലേ? ബന്ധങ്ങൾ ഒലഞ്ഞോ? അതുമല്ല, മറ്റൊരു പുതിയ ടെക്നോളജി കയറ്റിക്കൊണ്ടുവന്നു അവൻ്റെ ഭരണത്തിന് വേണ്ടി. എവിടെയാ ജോലി? വീട്ടിലാ. നല്ലൊരു പേര്, വർക്ക് ഓൺ ഹോം. കേൾക്കുമ്പോൾ പറയും, ഞങ്ങളുടെ മോൻ വീട്ടിലാ ജോലി. അമ്മച്ചി പറയും, വീട്ടിലിരുന്നാ ജോലി. അച്ചായനും പറയും, ഞങ്ങളുടെ കൊച്ചന് വീട്ടിലാ. അച്ചായനും അറിയുന്നില്ല, അമ്മച്ചി അറിയുന്നില്ല. അവനെ എന്നാ ചെയ്യുന്നത്? ലോകത്തിലെ സകല രാജ്യങ്ങളിൽ 8 മണിക്കൂറുള്ള ഡ്യൂട്ടി. ഇത് രാവിലെ 6 മണിയാകുമ്പം ഇതിന് മുമ്പിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, മക്കൾ വേണ്ട, കുഞ്ഞിന് പാല് കൊടുക്കണ്ട, അപ്പനെ നോക്കണ്ട, ചായ കുടിക്കണ്ട, പാല് കുടിക്കണ്ട, ജ്യൂസ് കുടിക്കണ്ട. രാത്രി 8 മണി വരെ 12-13 മണിക്കൂർ ഈ മിഷ്യന്റെ മുമ്പിൽ നിന്ന് തലച്ചോറിന് തകർത്തിട്ട് നശിപ്പിച്ചപ്പോൾ ഓർക്കണം, ഒരുവൻ പുറകെ വരുന്നതിന്റെ ട്രെയിനിങ് ഈ ലോകത്തിൽ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഒരു കൊടക്കീഴിൽ അവൻ കൊണ്ടുവന്നു. അങ്ങനെ ഒരു കൊറോണ, അതിൻ്റെ പേരിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ നടന്നെങ്കിൽ
ഇവൻ വരുമ്പോൾ അവനിടുന്ന നിയമമായിരിക്കും. ഒരുവൻ നിയമമിടും, അതാണ് അവന്റെ രാജമൊഴി. വായിക്കാം, വെളിപ്പാട് 13:1 വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. നമുക്കറിയാം 10 കൊമ്പ് ദൈവദാസന്മാർ പഠിപ്പിക്കുന്ന കാര്യമാ. ഇവൻ എവിടെ നിന്ന് വരും? 4ാം സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ് ഇല്ലേ? ദാനിയേൽ 7:7 വായിച്ചാ. ദാനിയേൽ 7:7 വായിക്കാം. ദാനിയേൽ അവൻ വരുന്ന വഴിയാണ്. എത്ര വ്യക്തമാ. ദാനിയേൽ 7:7. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അടുത്ത വാക്യം. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. മുമ്പിലത്തൊക്കെ നമുക്കറിയാം സാമ്രാജ്യങ്ങൾ. ഒടുവിലത്തെ സാമ്രാജ്യ റോമൻ സാമ്രാജ്യം. അതിന്റെ അടുത്ത വാക്യം. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടി കളഞ്ഞു. അടുത്ത വാക്യം. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു. എന്താണ് ഈ 10 കൊമ്പ്? വായിക്കാം. 7:21 വായിക്കാം. 7:21 അതേ അധ്യായം 23. ഈ രാജ്യത്ത് നിന്നുള്ള അവൻ പറഞ്ഞതോ 4മത്തെ മൃഗം ഭൂമിയിൽ 4മതായി ഉത്ഭവിപ്പാൻ. 7:24 മുതൽ വായിച്ചാൽ മതി. വേഗം വായിക്കാം. 7:24, 25. ഈ രാജ്യത്തിൽ നിന്നുള്ള 10 കൊമ്പുകളോ, ഈ രാജ്യത്തുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. ആ പ്രവചനം നിവർത്തിച്ച രാത്രിയിലാണ് ഈ പ്രസംഗം. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 രാജ്യങ്ങൾ ഒന്നിച്ചു വരണം. 1953 ആരംഭിച്ചു. അന്ത്യകാല സംഭവം 1948 ഇസ്രായേൽ ഒരു രാജ്യമായപ്പോൾ അന്ത്യകാലത്തിന്റെ സംഭവങ്ങൾ തുടങ്ങി. 10 കൊമ്പിന്റെ ആരംഭം 53. ജർമ്മനി ഫ്രാൻസും 75 വർഷത്തെ യുദ്ധത്തിൽ തകർന്നു. അതിൻ്റെ കൂടെ 2 ലോകമഹായുദ്ധം, ധനനഷ്ടം, ജനനഷ്ടം. അപ്പോൾ ആ മനസ്സാന്തരം ഉണ്ടായി. ജർമ്മനിയും ഫ്രാൻസും പറഞ്ഞു, നമുക്കിനി യുദ്ധം ചെയ്യണ്ട, ഒന്നിച്ച് ജീവിക്കാം. ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ പേരാണ് ESCC, യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി. നമുക്ക് ഇരുമ്പും കരിയും വിൽക്കാം. അവർ രണ്ടും ഒന്നായി. തിരുവിതാംകൂർ കൊച്ചി ഒന്നായി. ഇതുപോലെ ജർമ്മനി ഫ്രാൻസ് ഒന്നായി. 1973 യൂറോപ്പിലെ 10 രാജ്യങ്ങൾ പറഞ്ഞു നമുക്കും ചേരാം. അങ്ങനെ ചേർന്നതാണ് ഇന്ന് 30 അംഗങ്ങളുള്ള യൂറോപ്യൻ യൂണിയൻ. പക്ഷെങ്കിൽ 12 പേർക്കാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. അവരുടെ നാണയം നിങ്ങൾ ആരെങ്കിലും യൂറോപ്പിൽ പോയാൽ കാണാം. 12 സ്റ്റാർ, 12 രാജ്യങ്ങൾ. ഞാൻ ആ രാജ്യങ്ങളുടെ പേര് പറയാം. ലോകത്തിലെ പ്രമുഖരാരുമില്ല. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ലോകത്തിലെ ചുക്ക് ചേരാത്ത കഷായമില്ല, അമേരിക്കയില്ലാത്ത പരിപാടിയില്ല, അവനെ അടുപ്പിച്ചിട്ടില്ല. ഏറ്റവും അധികം ബിസിനസ് അറിയാവുന്ന ജപ്പാൻകാരനില്ല. സമ്പദ്ഘടന തകർന്നപ്പോൾ പിടിച്ചു നിൽക്കുന്ന അറബി ഷെയ്ഖുമാരില്ല. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സംസ്കാരമുള്ള ഒറ്റ രാജ്യമേ ഉള്ളൂ, ഭാരതം. ഭാരതത്തെ പോലെ സംസ്കാരമുള്ള ഒരു രാജ്യവുമില്ല. അപ്പനും അമ്മയ്ക്കും സഹോദരനും സഹോദരിക്കും വില കൊടുക്കുന്ന രാജ്യം നമ്മളില്ല. നോക്കിക്കേ, 12 രാജ്യങ്ങൾ: ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ഇതിൽ ജർമ്മനി ഫ്രാൻസ് ഒന്നായി. അപ്പോൾ എത്രയായി? 11. അത് കഴിഞ്ഞപ്പോഴോ 10 ഇപ്പോൾ. എന്താ മലയാളി കുഞ്ഞുങ്ങളൊക്കെ UK പോകുന്നത്? ഇഷ്ടം പോലെ ഓപ്പണിംഗ് വന്നത്. കാരണം ബ്രിട്ടൻ ഈ കൂട്ടായ്മയിൽ നിന്ന് മാറി. ബ്രിട്ടാക്സ് അവർ ഈ കൂട്ടായ്മയിൽ നിന്ന് മാറി, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറി. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്ന മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ തിരിച്ചുപോയി. ബ്രിട്ടൻ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണ് അവിടെ വേക്കൻസി പൈലപ്പ് വന്നപ്പോഴാണ് നേഴ്സസും അല്ലാത്തവരെല്ലാം ഇഷ്ടം പോലെ പോകുന്നില്ലേ. കാരണം അവിടെ ഈ ബ്രിട്ടൻ മാറി. അപ്പോൾ ഈ രാജ്യങ്ങളുടെ പ്രത്യേകത നിങ്ങൾ കേട്ടോണം: ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. എന്താണെന്നറിയാമോ? ഈ രാജ്യങ്ങളുടെ മാത്രം നിയമം
ലിപി, വസ്ത്രധാരണം, ശവസംസ്കാരം, വിവാഹം, ഗൃഹനിർമ്മാണം, അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ തുടർച്ച. സംഗതി കണ്ടോ? 10 കൊമ്പ്, 7 തല. സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ആഗോളം അവന്റെ കയ്യിൽ വരും, 7 ഭൂഖണ്ഡം അവന്റെ കയ്യിൽ വരും, 10 രാജമുടി. നമ്പർ 1, വൺ വേൾഡ് ഗവൺമെന്റ്. അവൻ ലോകത്തിന്റെ റൂളറായിട്ട് വരും. 2, വൺ വേൾഡ് എക്കണോമി. ഏകലോക. വാക്യങ്ങളുണ്ട്. ഒരു പണത്തിന് ഒരണങ്ങടി യവ, ഒരു പണത്തിന് വെളിപ്പാട് 6:3 കാണാം. ബിസിനസ് അവൻ കൺട്രോൾ ചെയ്യും. അതിനാണ് ഇന്ന് കറൻസി ഇല്ലാത്ത ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെയൊക്കെ കയ്യിൽ ATM കാർഡില്ലേ? സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ പൈസയിലുള്ള കാർഡല്ലേ കൊടുക്കുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ നേരത്തെ തുടങ്ങി. എന്താ? കറൻസി രഹിത ലോകം വരിക. വൺ എക്കണോമി, ഒരുവൻ നിയന്ത്രിക്കും. വൺ വേൾഡ് ഗവൺമെന്റ്, വൺ വേൾഡ് എക്കണോമി. ഏറ്റവും പ്രധാനം അവന്റെ ആഗ്രഹം ഭൂമിയിൽ ദൈവമാകണം. വൺ റിലിജൻ. നിങ്ങൾക്കറിയാമോ, 2 മാസം മുമ്പ് ഇറ്റലിയിൽ സർവമത സമ്മേളനം നടത്തി. ആരാ? ക്രൈസ്തവർ മുമ്പിൽ നിന്നു, മറ്റു മതങ്ങളെ കൂടെ ചേർത്ത് നിർത്തി. പത്രവാർത്തയാ. ക്രൈസ്തവ സഭയുടെ ഒരു പ്രമുഖ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷൻ മുമ്പിൽ കേരളത്തിൽ നിന്ന് വരെയുള്ള മറ്റു മതങ്ങളുടെ സൂക്തങ്ങളോട് വായിച്ചു കേൾപ്പിച്ചു. എന്താ സംഭവം? ഏകലോക മതത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ സ്വീകരിച്ച് സത്യദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒറ്റ വ്യക്തിയെ എതിർ ക്രിസ്തുവിന് കിട്ടത്തില്ല. 3, 4 ആറ്റം അവന്റെ കയ്യിൽ വരും. വായിക്കാം. വെളിപ്പാട് 6:3 കാണാം. എതിർ ക്രിസ്തുവിന്റെ രാജമുടിയാ. 10 രാജമുടി പറയുമ്പോൾ എൻ്റെ സമയം തീരും. ഇസ്രായേലിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇരുന്നത്, പക്ഷെ അതിനുള്ള ടൈമില്ല. വായിക്കാം, രാജമുടി വായിക്കാം. വെളിപ്പാട് 6:4 2 രാജമുടി കാണാം. 6:3 അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവനും മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം. ഒരു വലിയ വാളും അവന് കിട്ടി. അവന്റെ 2 രാജമുടി അവിടെ പറയുന്നത് കണ്ടോ? 1, കർത്താവിന്റെ മുഖമുദ്ര, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഉയർപ്പിന്റെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വീടടച്ച് കഥകടച്ചിരുന്നപ്പോൾ നടുവിൽ പ്രത്യക്ഷനായ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം. ആന്റി ക്രൈസ്റ്റ് അതിനെതിരാ. അവൻ ഇവിടെ കണ്ടോ? അവൻ സമാധാനം എടുത്തു കളയും. 4-ാമത്തെ രാജമുടിയാ. ലോകത്തിൽ സമാധാനം പാടില്ല. അതിൻ്റെ അടയാളമാണ്, അതിൻ്റെ നിഴലാണ്. മഴയ്ക്ക് മുമ്പേ കാറ്റടിക്കുന്നത് പോലെ ഇന്ന് വീടുകളിൽ സമാധാനമില്ല, ജോലി സ്ഥലങ്ങളിൽ സമാധാനമില്ല, ക്രൈസ്തവ സഭകളിൽ സമാധാനമില്ല, രാഷ്ട്രീയ ഘോഷത്തിൽ സമാധാനമില്ല, കലാശാലകളിൽ സമാധാനമില്ല, മാർക്കറ്റുകളിൽ സമാധാനമില്ല. സമാധാനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മക്കൾക്ക് മാത്രമേ സമാധാനമുള്ളൂ. 4-ാമത്തെ രാജമുടിയാ. സമാധാനം എടുത്തു കളയും. 5, ഒരു വലിയ വാൾ അവന് കിട്ടി. എന്താണെന്നറിയാവോ? ലോകത്തിലെ ഏറ്റവും വലിയ വാൾ, ആറ്റമായുധം. അത് അവൻ്റെ കയ്യിൽ വന്ന് ചേരും. എങ്കിൽ മാത്രമേ അവൻ ലോകം ഭരിക്കത്തുള്ളൂ. 6-ാമത്തെ രാജമുടി. വെളിപ്പാട് പുസ്തകം 13:10 വായിക്കാം. വെളിപ്പാട് പുസ്തകം 13:10. അടിമയാക്കി കൊണ്ടുപോകുന്നവർ അടിമയായി പോകും. രാജമുടി എന്ന് പറഞ്ഞാൽ വെറുതെ, രാജമുടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ്റെ അലങ്കാരമാണ്. വിവാഹത്തിന് നമ്മൾ പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ വിവാഹിതയാകാൻ പോകുന്ന വധുവിൻ്റെ തലയിൽ വെക്കുന്ന ബ്രൈഡൽ, അവളാണ് അന്നത്തെ മണവാട്ടിയെ അറിയിക്കുവാൻ. ഇതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ രാജമുടി അലങ്കാരമാ. എന്താ അവൻ്റെ രാജമുടി? കേട്ടോ, അടിമയാക്കി കൊണ്ടുപോകുന്നവരെ അടിമയാകും. ലോകത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും അവൻ്റെ അടിമയാകും. എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചേക്കാം. ശാസ്ത്രം ഒരു പുതിയ കണ്ടെത്തലിലേക്ക് വന്നിരിക്കുകയാണ്. അവരിതിനല്ല, പക്ഷേ സംഭവം ഇതിലേക്കാണ്. അവർ മറ്റൊരു കാര്യത്തിനാണ്. അതിന് പറയുന്നത് RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 70% പൂർത്തീകരിച്ചു. 30% കൂടെ എക്സ്പെരിമെൻ്റ് ചെയ്താൽ കമ്മീഷൻ ചെയ്യാം. അതാണ് RNM. എന്താണെന്ന് കേട്ടുകൊള്ളുക.
ഞാൻ ഉദാഹരണ സഹിതം പറയാം. പാസ്റ്റർ ക്ലീറ്റസ് ഒരു വലിയ വ്യവസായിയാൻ സങ്കല്പീര്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നയാൾ പാസ്റ്റർ ക്ലീറ്റസ്. കോടിക്കണക്കിന് ഡോളർ രൂപയെ ഒരു ദിവസം കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അനൂപ്. ഈ മുഴുവൻ ടെക്നോളജിയും അദ്ദേഹത്തിന് അറിയാം. പാസ്റ്റർ ക്ലീറ്റസ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ ബിസിനസ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുവാനുള്ള രഹസ്യം എന്താണ്, അത് അദ്ദേഹത്തിന് അറിയാം. ഞാനും ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ നോക്കുമ്പോൾ ക്ലീറ്റസിൻ്റെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യുന്നു. എനിക്കതിനെ പിടിച്ചെടുക്കണം. അതിന് ഞാൻ തന്മയത്വമായി ഈ അനൂപിനെ തന്മയത്വമായി സ്വാധീനിച്ച് നല്ലൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ അനൂപ് ആ തുക മേടിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ടെക്നോളജി എനിക്ക് തന്നാൽ ഞാൻ ഇദ്ദേഹത്തെ കടത്തിവിട്ടും. ഇതിനെന്താ പരിപാടി? ഇതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയാണെങ്കിൽ, അദ്ദേഹം ഉപപ്രധാനമന്ത്രിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ആലോചന ചെയ്യുന്നോന്ന് ഇദ്ദേഹം എങ്ങനെ അറിയും? അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന മാർഗമാണ് റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. പ്രത്യേക സംവിധാനത്തിൽ നിങ്ങൾക്കറിയാം, കയ്യിൽ ചിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ചിപ്പിൽ കൂടി തലച്ചോറെന്ന് പറയുന്ന ന്യൂറോൺ സിസ്റ്റത്തിലെ ഇപ്പോത്തലാമസ് എന്ന് പറയുന്ന ഭാഗത്തെ ചിന്തകൾ മുഴുവൻ ചോർത്തിയെടുക്കാം. മനുഷ്യന്റെ മനസ്സിലെ ചിന്തകൾ മുഴുവൻ ചോർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നെങ്കിൽ യേശു ക്രിസ്തു ഭരിക്കുമ്പോൾ വായിക്കാം. വെളിപ്പാട് 13:16 വായിക്കാം. വെളിപ്പാട് 13:16. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ ദൈവമക്കൾക്ക് കാണാൻ അറിയാവുന്ന കാര്യമാ മുദ്ര 666. അതാണ് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഈ കയ്യിലിരിക്കുന്ന ആധാർ കാർഡും കയ്യിലിരിക്കുന്ന ATM കാർഡും എല്ലാം മാറ്റിയിട്ട് വലത്തെ കയ്യിൽ ചിപ്പ് വെച്ച് വിട്ടാൽ ഒരു കുഴപ്പവും വരത്തില്ല. ആ ആളിനെ കുറിച്ചുള്ള മുഴുവൻ ഡാറ്റയും കമ്പ്യൂട്ടറിൽ തെളിവെന്ന് കണ്ടുപിടിച്ചെങ്കിൽ ഇങ്ങനെ ചിപ്പ് വെച്ച് കഴിയുമ്പോൾ അതിൽ കൂടി മനുഷ്യനെ കൺട്രോൾ ചെയ്യും. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്ന ദൈവമക്കൾ അന്നത്തെ ഭൂമിയിൽ കാണുകയില്ല. അവൻ്റെ അടുത്ത രാജമുടിയാ ഭയങ്കരം. വെളിപ്പാട് 13:14. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അവന്റെ ആഗ്രഹം ഭൂമിയിൽ ദൈവമാകണം. എവിടെയും അവൻ പ്രത്യക്ഷപ്പെടും. ഏത് രംഗത്തിലും കയ്യിലിരിക്കുന്ന ഡിവൈസ് ഓപ്പൺ ചെയ്താൽ അവൻ്റെ രൂപം വരും. അവൻ്റെ രൂപം വരുമ്പോൾ നമ്മളെ സാധാരണ TV ഓൺ ചെയ്യുമ്പോൾ ഓരോ ചിത്രങ്ങൾ കാണുന്നു, യൂട്യൂബിൽ ചിത്രങ്ങൾ കാണുന്നു. ഇല്ലേ? സംഭവമല്ലേ? എങ്കിൽ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവൻ്റെ രൂപം പ്രത്യക്ഷപ്പെടും. അവൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുമ്പോൾ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും. നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ചാറ്റിംഗ് മീഡിയയാണ് ഫേസ്ബുക്ക്. അതിൻ്റെ ഉപജ്ഞാതാവായ ഷുക്കർബർഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് കേൾക്കണമോ? ഏറ്റവും വേഗം മൊബൈൽ ഫോൺ ഇല്ലാതെയാക്കും. പുതിയ തരംഗം വരുന്നു, പുതിയ സിസ്റ്റം വരുന്നു. മൊബൈൽ ഫോൺ പോലും വേണ്ട. പാസ്റ്റർ അനൂപിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിക്കാൻ ഒരു മൊബൈലും വേണ്ട. കോട്ടയത്തിരിക്കുന്ന ഭാര്യ, എൻ്റെ ഭാര്യ സുസമ്മയോടെ എനിക്കിവിടുന്ന് സംസാരിക്കാൻ മൊബൈൽ വേണ്ട. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടെക്നോളജി നിങ്ങൾക്കറിയാമല്ലോ. അതും ഓപ്മെന്റ് സിസ്റ്റം, കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മനസ്സിനകത്തെ പ്രതീക്ഷിക്കുന്നയാളിൻ്റെ ശബ്ദം കേൾപ്പിക്കാം. ഗൗരവമുള്ള വിഷയമായതെല്ലാം. പ്രതീക്ഷിക്കുന്നയാളിൻ്റെ ശബ്ദം മനസ്സിൽ കേൾപ്പിക്കാം. പ്രതീക്ഷിക്കുന്നയാളിനോട് ഒരു ഫോണുമില്ലാതെ എനിക്ക് സംസാരിക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ഓഗ്മെന്റ് റിയാലിറ്റി. IT സിസ്റ്റത്തിലെ പുതിയ മെത്തേഡാണത്, ഓഗ്മെന്റ് റിയാലിറ്റി. അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഇവിടെ ഇല്ലേ?
പോലീസുകാരെ കൊണ്ട് വെച്ചിട്ടുള്ള ക്യാമറ ഇവിടെ അതേ ആയുള്ളൂ അല്ലേ? അതിൻ്റെയൊക്കെ കൂടിയ തരംഗത്തിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഗതിയെല്ലാം മാറി, സംഗതികളെല്ലാം വേഗം മാറ്റുക. അവൻ പ്രത്യക്ഷപ്പെടാൻ പോവുക. 2024 ജർമ്മനിയിലെ ഒരു ഇവാഞ്ചലിക്കൽ ദേവാലയം വിശ്വാസികൾ ചെന്നു പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പതിവിന് വിരുദ്ധമായ ഒരു പുതിയ ശുശ്രൂഷകൻ, അവർ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, മനോഹരമായി അദ്ദേഹം പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചു. എന്താണെന്നറിയാവോ? ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഞാൻ മനുഷ്യനല്ല, ഞാൻ കൃത്രിമ ബുദ്ധിയാണ്. ഒരു മനുഷ്യരൂപത്തിൽ സൃഷ്ടിച്ചിട്ട് അതിന് ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രസംഗിച്ചു. അത് തന്നെ സ്വിറ്റ്സർലൻഡിൽ നടന്നു 2025 ആദ്യം. ഒരു വിഭാഗം ക്രൈസ്തവർ കുമ്പസാരിക്കാൻ ചെന്നു. എല്ലാ പള്ളികളിലും കുമ്പസാരിക്കാൻ പുരോഹിതനാ. അവിടെ ചെന്നപ്പം അവർക്ക് അതിശയം, യേശു തമ്പുരാൻ ഇറങ്ങി നിൽക്കുന്നു. യേശു തമ്പുരാനോട് പാപം പറഞ്ഞു. കർത്താവ് നിങ്ങളുടെ പാപമെല്ലാം ക്ഷമിച്ചു. പിറ്റേ ആഴ്ചയിൽ ചെന്നപ്പോൾ യേശു തമ്പുരാൻ ഉടുപ്പ് മാത്രം മാറിയിട്ടുണ്ട്. ഉടനെ നോക്കിയപ്പം പറഞ്ഞു, ഞാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാ, എന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതാ. ഇതെന്താ കാണിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാരെടുത്ത് കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ തനി രൂപം സകല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. വെളിപ്പാട് 13:14. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ നടക്കുമോ? അതിന് ബലം. 600 മംഗലത്ത് ഒരാൾ ഇരിക്കുന്നു. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, എതിർ ക്രിസ്തു ജെറുസലേമിലാ. സാത്താന്യ തൃത്വങ്ങൾ 3: 1 സാത്താൻ, 2 കള്ളപ്രവാചകൻ, 3 എതിർ ക്രിസ്തു. 3 പേർക്ക് 3 ഓഫീസാ. എതിർ ക്രിസ്തു ജെറുസലേമിലായിരിക്കുന്നു ബൈബിൾ പഠിപ്പിക്കുന്നു. സാക്ഷാൽ പിശാച് ഇറാഖിലെ ബാബിലോൺ പട്ടണത്തിലായിരിക്കും. കള്ളപ്രവാചകൻ 7 മലമേലുള്ള ഒരൊറ്റ പട്ടണമേ ഉള്ളൂ ലോകത്തിൽ, അവിടെയായിരിക്കും. വെളിപ്പാട് പുസ്തകം 17 പറയുന്നുണ്ട്, അത് 7 മലയാണ്, അത് റോമാണ്. ലോകത്തിൽ 7 മലയുള്ള ഒറ്റ പട്ടണം റോം. 7 ലാറ്റിൻ മല പേരാണ്: അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, ചേളിയൻ, വിമലൻ, എസ്കോലിയൻ, കാഫി. ആ മലമേൽ കള്ളപ്രവാചകൻ ഇരിക്കും. ജെറുസലേമിൽ എതിർ ക്രിസ്തു ഇരിക്കും. ഒരുവൻ ലോകത്തെ കൺട്രോൾ ചെയ്യും, ഒരുവൻ കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സമൂഹത്തെ കൺട്രോൾ ചെയ്യും, ഒരുവൻ യഹൂദനെ കൺട്രോൾ ചെയ്യും. ഇതാണ് ഓർഡർ. 3 ഒന്ന് തന്നെയാ. പിശാച അവൻ ജെറുസലേമിലിരിക്കും. അപ്പോൾ 600 മംഗലത്തുള്ള ഒരാൾ അവനെ നമസ്കരിച്ചില്ലെങ്കിൽ കൊല്ലിക്കുവോ? ചിന്ത വരുന്നില്ലേ? മുറിക്കകത്ത് കഥ കടച്ചിരിക്കുക. ഇവൻ ജെറുസലേമിലാ. കഥ കടച്ച് സാക്ഷായി വിട്ട് പൂട്ടി ലൈറ്റ് ഓഫാക്കിയിരിക്കുക. നിങ്ങൾക്കറിയാമോ, 2020 മുമ്പേ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്, ഏറ്റവും ശക്തമാണ്. അവരുടെ പേരാണ് യൂറോപോൾ. അവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നു. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർ 2023 മുതൽ ശ്രദ്ധിച്ചു കൊള്ളണം. ഏത് സമയത്തും ഇൻ്റർനെറ്റ് കൊലപാതകം നടത്താം. ഒരു വാടക ഗുണ്ടായോ കത്തിയോ തോക്കോ ഒന്നും വേണ്ട, ഇൻ്റർനെറ്റ് വഴി ആളുകളെ കൊല്ലാം. അപ്പോൾ നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കേണ്ടതിന് അതെങ്ങനെ നമസ്കരിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നത്? എത്ര സിമ്പിളാ ദൈവമക്കളെ സെൻസറിങ്. ഈ 600 മംഗലത്തോ ഇതിനടുത്തുള്ള മാവേലിക്കരയിലോ കല്ലുമലയിലോ അല്ലെങ്കിൽ മാവേലിക്കരയിലോ സൂപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈൽ ഷോപ്പും ഇല്ലേ? നമ്മളങ്ങോട്ട് ചെന്ന് കയറുമ്പം ആരെങ്കിലും തുറന്നു തരികയാണോ? നിശ്ചിത അകലത്തിൽ ചെല്ലുമ്പം ആ ഗ്ലാസ് അങ്ങോട്ട് മാറുന്നില്ലേ? ആരാ മാറ്റിയത്? അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടോ? നിങ്ങളും ഞാനും കയറുന്നതല്ലേ സൂപ്പർ മാർക്കറ്റിൽ? ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നിശ്ചിത അകലത്തിൽ ചെല്ലുമ്പോൾ ഗ്ലാസ് മാറുന്നില്ലേ? അത് സെൻസറിങ്ങാ. നമ്മൾ നിശ്ചിത അകലത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഷെയ്ഡ് അവിടെ വീഴുമ്പോൾ ഗ്ലാസ് മാറുന്നു.
ഇതുപോലെ ഷെയ്ഡ് വീണില്ല എങ്കിൽ ഡിവൈസ് പൊട്ടിത്തെറിക്കത്തക്ക രീതിയിൽ അവൻ ക്രമീകരിക്കുമ്പോൾ ഇന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ അന്ന് ഈ ഭൂമിയില്ല. അവർ സ്വർഗത്തിൽ പൗരത്വമുള്ളവരാകിയാൽ അവർ തേജസ്സോടെ കർത്താവിനെ സ്വർഗത്തിൽ ആരാധിക്കും. അവൻ്റെ രാജമുടികളെല്ലാം ആയത്. ഒരു രാജമുടി കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കയറാം. അവൻ്റെ ഏറ്റവും വലിയ രാജമുടി നിയമം മാറ്റും. വായിക്കാം. അതാണ് ഏറ്റവും ദുഃഖകരം. അതിൻ്റെ നിഴല് തുടങ്ങിക്കഴിഞ്ഞു. ദാനിയേൽ 7:25. ദാനിയേൽ 7:25. അവൻ അത്യുന്നതനായവനും വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കി കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. Law will change, time will change. സമയം മാറ്റും, നിയമം മാറ്റും. സമയം മാറ്റാൻ കാര്യം, നേരം വെളുത്ത് 9 മണിയായാലും സൂര്യൻ ഉദിക്കത്തില്ല. വെളിപ്പാട് പുസ്തകം ആ സൂര്യനെ കുറിച്ച് പറയണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. സമയമില്ലല്ലോ. സൂര്യൻ കരിമ്പടം പോലെ കറക്കും. രാവിലെ 9 മണിയായാലും സൂര്യൻ ഉദിക്കത്തില്ല. നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാവല്ലേ? നടക്കുമോ? വായിച്ചേ വെളിപ്പാട് 6:12. അതുകൂടെ നമുക്ക് ടച്ച് ചെയ്തു പോകാം. വെളിപ്പാട് 6:12. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഈ സംഭവം നടക്കണമെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നു, അതിന് 3.5 വർഷങ്ങൾക്ക് മുൻപേ എന്റെ പ്രഭാഷണം കേൾക്കുന്ന യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ സ്വർഗത്തിൽ ചെന്നിരിക്കണം. ദൈവമക്കൾ, വിശുദ്ധന്മാർ, രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിൽ ചെന്ന ശേഷം 3 വർഷം കഴിയുമ്പോൾ 6-ാം മുദ്ര കുഞ്ഞാട് പൊട്ടിക്കും. വായിക്കാം. വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ദൈവത്തിന്റെ സ്നേഹം ഞാൻ ഓർക്കുക. ഈ ശാസ്ത്ര ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ സൂര്യൻ കറക്കും എന്ന് പറഞ്ഞാൽ പറയും, ഉപദേശിമാർ പേടിപ്പിക്കാൻ പറയുക, ഇത് ആളുകളെ വിരട്ടാൻ പറയുക, നടക്കത്തില്ലെന്ന്. അത് ദൈവത്തിനറിയാം. 2018, വെറും 7 വർഷം മുമ്പേ, കൃത്യം പറയട്ടെ, ജാനുവരി 15 മുതൽ 40 ദിവസം, ഫെബ്രുവരി അവസാനം വരെ സോവിയറ്റ് റഷ്യയുടെ വടക്കു ഭാഗത്തുള്ള സ്റ്റേറ്റുകൾ, ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന സ്റ്റേറ്റുകളിൽ 40 ദിവസം സൂര്യൻ ഉദിച്ചില്ല. അതിന് ശാസ്ത്രമിട്ട പേരാണ് പോളാർ എഫക്റ്റ്. പോളാർ എഫക്റ്റ്. 40 ദിവസം സൂര്യൻ ഉദിച്ചില്ല. ചെടികൾ വാടിപ്പോയി, പുഷ്പങ്ങൾ കരിഞ്ഞു, മനുഷ്യരുടെ ശരീരത്തിൽ ചെതുമ്പലുണ്ടായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ ശാസ്ത്രം പറഞ്ഞു നാളെ സൂര്യൻ ഉദിക്കും. ഞാൻ ആ ഫോട്ടോഗ്രാഫ് കണ്ടു. പ്രായമുള്ളവർ, കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, സഹോദരന്മാരും എല്ലാം ഡാൻസ് ചെയ്ത് സൂര്യനെ സ്വീകരിക്കുന്നു. 2018 40 ദിവസം സോവിയറ്റ് റഷ്യയിൽ പോളാർ എഫക്റ്റിൽ സൂര്യൻ ഉദിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, കർത്താവിന്റെ സഭയെടുക്കപ്പെട്ട ശേഷം 3 വർഷം കഴിയുമ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുക്കും. അപ്പോൾ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സോളാർ സയന്റിസ്റ്റ് ആണ് ഡോക്ടർ ഫ്രാങ്ക് ഹിൽ. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം. അദ്ദേഹം പറയുന്നു, ഈ ചൂട് ഇതുപോലെ കൂടിയാൽ, ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെ കൂടിയാൽ, ഏത് സമയത്തും സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിന് പോകാം. സൂര്യൻ മരിക്കുമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിന് പോകും. ആ സൂര്യൻ നീണ്ട ഉറക്കത്തിന് പോകുന്നതിന് മുൻപേ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. അങ്ങനെ സൂര്യൻ ഉദിക്കാത്തതിനാൽ അവൻ സമയം മാറ്റും, അടുത്തത് നിയമം മാറ്റും. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ആ രാജമുടി അവസാനിപ്പിക്കാം. ഇന്ന് ലോകത്തിൽ ഒരൊറ്റ നിയമം ഒരു ഗവൺമെൻറ്റും പാസ്സാക്കാത്തത്, ഒരു മതവും പാസ്സാക്കാത്തത്, ഒരു സഭയും പാസ്സാക്കാത്തത് ഒരു നിയമം ഉണ്ട്, അഥവാ ഉണ്ടായിരുന്നു. എല്ലാവരും അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. കറുത്തവരും വെളുത്തവരും, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, എന്തിനെ സമൂഹം പെറുക്കുന്ന തീവ്രവാദികൾ, പിടിച്ചുപറിക്കാർ, കൊള്ളക്കാർ, ഇവരെല്ലാം ഈ നിയമം അനുസരിക്കുമായിരുന്നു. യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആദിവാസികൾ, മനഃശാസ്ത്രജ്ഞന്മാരുടെ അതിശയം കേൾക്കണമോ, ജന്മനാൽ മെന്റൽ പേഷ്യൻസ്,
ജന്മനാൽ അവർ മാനസിക രോഗികളാ. അപ്പനേതാ, അമ്മ ഏതാ, ആങ്ങളെ ഏതാ, പെങ്ങളേതാ എന്നറിയാൻ മേല മെൻ്റൽ ജന്മനാൽ അവരും ഈ നിയമം അനുസരിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ആത്മീയമാ കാരണം. ദൈവം മനുഷ്യൻ ദൈവത്തിൻ്റെ ശ്വാസമാണ്. അതുകൊണ്ട് ആ നിയമത്തിൻ്റെ പേര് ധാർമ്മിക നിയമം, മോറൽ ലോ. ഞാൻ എന്താ ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം പേപ്പറിൽ വരുന്നതാ. എന്താണ് മോറൽ ലോ? 9 മാസം ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ വേദനയോടെ പ്രസവിക്കുന്ന ഒരു മകനെ പ്രസവിക്കുന്ന അമ്മ പാല് കൊടുത്ത കുഞ്ഞിനെ വളർത്തുന്നു, അതിനെ മടിയിൽ വെച്ച് വളർത്തിയെടുക്കുന്നു. കുഞ്ഞിനെ, മകൻ, അവൻ പ്രായപൂർത്തിയായി. ഈ അമ്മയ്ക്ക് ഈ മകനെ എങ്ങനെ കാണാം? തൻ്റെ രക്തത്തിൽ ജനിച്ച ഒരു കുഞ്ഞൊരു മകൾ, ആ പിതാവ് അമ്മയുടെ സൗകര്യത്തിനോ അമ്മയുള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ സ്വന്തം മകളെ മാറോട് ചേർത്ത് അതിൻ്റെ ടോയ്ലറ്റ് സഹിച്ച് ഉമ്മ കൊടുത്തൊരു കുഞ്ഞിനെ, മകളെ വളർത്തുന്നു. ആ മകൾ ഒരു പ്രായപൂർത്തിയായ യുവതിയായാൽ ഈ പിതാവിനെ, ഈ മകളെ എങ്ങനെ കാണാം? അതിൻ്റെ പേരാണ് മോറൽ ലോ. അതവൻ മാറ്റും. ആർക്കും ആരെയും വിവാഹം കഴിക്കാം. അതിൻ്റെ നിഴല പേപ്പറുകളിൽ കാണാമേലേ. സ്വന്തം മക്കളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന പിതാക്കന്മാർ, സ്വന്തം മക്കളെ എന്തിനാ ഒളിച്ചു വെക്കുന്നത്? ലൈംഗികമായി ഗർഭിണികളാക്കുന്ന പിതാക്കന്മാർ അറസ്റ്റ് വരിക്കുന്നില്ലേ? എന്താണ്? തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ മൂർത്തിഭാവത്തിലേക്ക് വരുമ്പോൾ അവൻ നിയമം മാറ്റും. ആർക്കും ആരെയും വിവാഹം കഴിക്കാം. അതാണ് അവൻ്റെ പേര്, അധർമ്മമൂർത്തി. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കേ. ഈ ലോകത്തിൻ്റെ സിസ്റ്റം മാറുന്നത് കണ്ടോ? എന്തുകൊണ്ട് മാറുന്നു? പ്രകൃതി പരിപൂർണമായി എൻ്റെ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ 98.4 നോർമൽ. ഈ ബോഡി ടെമ്പറേച്ചറിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ ഒക്കത്തില്ല. ഇവിടുത്തെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആഗോള താപനം എല്ലാ രാജ്യങ്ങളിലും. ആഗോള താപനത്തിൻ്റെ ഗൗരവം കേൾക്കണോ? 2017 ചൈനീസ് ശാസ്ത്രജ്ഞന്മാർ 5000 മീറ്റർ പൊക്കമുള്ള ഒരു മഞ്ഞുമല ഹിമാലയത്തിൽ മെഷർ ചെയ്തു. 6 മാസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഈ 5000 മീറ്റർ 10 മീറ്ററായിട്ട് മാറി. ബാക്കി 4990 മീറ്ററും ഇന്ത്യൻ സമുദ്രത്തിൽ ഒഴുകി വന്നു. ഭൂമിയുടെ കൂളർ എന്ന് പറയുന്നത് ഉത്തര ധ്രുവമാണ്. അവിടെ 3 ഐസാണ്. ഒരു ഐസിന് 2 കിലോമീറ്റർ കനമാ. പോളാർ ഐസ്, പാക്ക് ഐസ്, ഫസ്റ്റ് ഐസ്. അതാ ഭൂമിയുടെ കൂളർ. ആ പോളാർ ഐസ് ഉരുകാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ? അത് ഉരുകി ഒഴുകുന്നു. ശാസ്ത്രം പറയുന്നു ഈ ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെ തുടർന്നാൽ ഏതാനും വർഷം പോയാൽ 2028-29 ഒക്കെ കഴിയുമ്പോൾ കൊച്ചി നഗരം മുതലുള്ള തുറമുഖങ്ങൾ കടലിനടിയിലാകും. ആഗോളതാപനം. മറുഭാഗത്തെ ആകാശത്തിന്റെ തട്ടുകൾ തകർന്നതറിയാമോ? 5 തട്ടുകളാ എനിക്ക് നിങ്ങൾക്ക് പരിരക്ഷയ്ക്ക് വെച്ചതാ. അതെല്ലാം തകർന്നു. കർത്താവ് പറഞ്ഞു അവിടെ ഭൂകമ്പം. ഇന്നലത്തെ വാർത്ത നിങ്ങൾ കണ്ടില്ലേ? 10,000-ൽ പരം ആളുകൾ മരിച്ച മൻമൂറിലെ ദുരന്തം. കഴിഞ്ഞ 70 വർഷങ്ങൾ കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ റിക്ടർ സ്കെയിൽ അപകടകരമായ 6-ന് മേളിൽ തീവ്രത രേഖപ്പെടുത്തിയ 73 ഭൂകമ്പങ്ങൾ. കാലാവസ്ഥ മാറിയില്ലേ? മനുഷ്യവാസത്തിന് യോഗ്യമല്ല ഈ ഭൂമി. വൈദ്യശാസ്ത്രം ജയവേരി മുഴക്കുന്നു. കിഡ്നി, ലിവറും ഹാർട്ടും മാറ്റിവെക്കുന്നു. എന്നാൽ രോഗമില്ലാത്ത ആളുണ്ടോ? രോഗമില്ലാത്ത ഒരാളുണ്ടോ? എല്ലാ വീടും മെഡിക്കൽ ഷോപ്പായില്ലേ? മനുഷ്യർക്ക് നിവാസത്തിന് പറ്റത്തില്ല. പുതിയ പുതിയ രോഗങ്ങൾ. രോഗമില്ലാത്ത ആളില്ലെന്നായി. ആകാശത്തട്ട് മാറി. ഭൂമിക്ക് ചൂട് കൂടുന്നു. ഏറ്റവും വലിയ അപകടം ഈ 24 മണിക്കൂർ സൈക്കിൾ. 12 മണിക്കൂർ രാത്രി, 12 മണിക്കൂർ പകൽ മാറാൻ പോവുക. കാരണം ഭയത്തോടെ സയൻസ് പറയുന്നു ഭൂമിയുടെ ഉൾക്കാമ്പിനകത്ത് വ്യത്യാസം, ഗുരുത്വാകർഷണത്തിന് വ്യത്യാസം, അകത്ത് 6000 ഡിഗ്രി കത്തുന്നതിന് വ്യത്യാസം, ഗുരുത്വാകർഷണത്തിന് വ്യത്യാസം വന്നിരിക്കുന്നു. ഈ കറക്കം മാറുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് വിളിച്ചു പറയുന്നു ഒരു മഹോപദ്രവ ഭൂമിയിലേക്ക് പോകുകയാണ്. അതിനു മുൻപേ ഹല്ലേലൂയ
ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തേക്കല്ല. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ പണം കൊടുത്താലൊക്കത്തില്ല, വിദ്യാഭ്യാസം കൊടുത്താലൊക്കത്തില്ല, ഹൃദയത്തെ തുറക്കണം. ജീവിതം വിജയിപ്പിക്കണമെങ്കിൽ പണം കൊണ്ടൊക്കത്തില്ല, പാപമില്ലാത്ത ജീവിതം വേണം. യഹോവയായ ദൈവം കൂടെയില്ലെങ്കിൽ ജീവിതം പരാജയമാണ്. ഏത് മിടുക്കനും മരിക്കും. എനിക്ക് വ്യക്തിപരമായ ദുഃഖമുണ്ട്. ഞങ്ങളുടെ കുടുംബക്കാരനായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പേപ്പറിൽ വായിച്ചു കാണും. 2-3 ആഴ്ച മുമ്പ് പ്രഗത്ഭനായ ഡോക്ടർ KM ചെറിയാൻ മരിച്ചു. ഞങ്ങളുടെ ഫാമിലിപ്പെട്ട ആളാണ്, എൻ്റെ കുടുംബക്കാരനാണ്. ആ രീതിയിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രമായി ഞങ്ങളുടെ ഫാമിലിപ്പെട്ട ആളാണ്. എനിക്ക് ശരിയാം, 10,000 ഹാർട്ടാണ് അദ്ദേഹം മാറ്റിവെച്ചത്, അല്ലെങ്കിൽ റിപ്പയർ ചെയ്തത്, പന്ത് കളിക്കുന്നത് പോലെ. ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ കൊടുത്തു, നിരവധി പുരസ്കാരങ്ങൾ കിട്ടി. അദ്ദേഹത്തെ വിളിക്കുന്നതിനെ ഹാർട്ട് ചെറിയാനെന്നാ. അദ്ദേഹം ബാംഗ്ലൂരിൽ തൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിന് പോയതാ. അവിടെ വെച്ച് കുഴഞ്ഞു വീണു. ഇത്രയും പ്രഗത്ഭനായ ഒരു ഡോക്ടർക്ക് ഒരു മെഡിക്കൽ എയ്ഡ് പോലും കൊടുക്കാൻ ഒത്തില്ല. അവരദ്ദേഹത്തെ ഒരു ആംബുലൻസിലിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹവും മരിച്ചു. ഏത് മിടുക്കനും മരിക്കും. പ്രസംഗിക്കുന്ന തോമസ് മാമൻ 87 വയസ്സുണ്ട്. ഞാനും മരിക്കും. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് സ്വർഗത്തിലാണ്. ഈ ഉറപ്പാണ് ജീവിതത്തിൻ്റെ വിജയം. കോടിക്കണക്കിന് പണം സമ്പാദിച്ചോ നല്ലതാ, ഇഷ്ടം പോലെ ഡിഗ്രി എടുക്കേ, വെരി ഗുഡ്. നല്ല വീട് നിർമ്മിക്കേ, വളരെ നല്ലതേ. വസ്തുക്കൾ സമ്പാദിക്കേ, വാഹനം സമ്പാദിക്കേ, എല്ലാം നല്ല. പക്ഷെ മിത്രമേ, നാളെ ജീവിക്കുമെന്ന് എന്താ ഉറപ്പേ? നാളെ ജീവിക്കത്തില്ല. ആത്മാവ് പോയാൽ സ്വർഗത്തിൽ ചെല്ലും എന്നുറപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയാ ഭാഗ്യവാൻ. ആ വ്യക്തിയാ ഭാഗ്യവാൻ. സ്വർഗത്തിൽ ചെല്ലുന്ന ഉറപ്പ് വേണം. നാളെ ഞാനോ നിങ്ങളോ ജീവിക്കുമെന്ന് ഒരു ഉറപ്പില്ല, ഗ്യാരണ്ടിയില്ല. കാരണം മനുഷ്യ ജീവിതം വെറും പുല്ല് പോലെയാണ്, പൂ പോലെയാണ്, എപ്പോൾ വേണേലും നശിക്കാം. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ നിത്യതയ്ക്ക് ചെയ്യാം. നമ്മുടെ സഹോദരങ്ങൾ, നിങ്ങളുടെയൊക്കെ സഹോദരങ്ങളൊക്കെ ഗൾഫിൽ പോയി അത്യധ്വാനം ചെയ്ത് അവിടുത്തെ വെയിൽ കൊണ്ട് അത്യധ്വാനം ചെയ്തിട്ട് ആ പണം അവിടെ നഷ്ടപ്പെടുത്താതെ നാട്ടിൽ മനോഹരമായ വീട് വെച്ച് താമസിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ ബുദ്ധിയോടെ പെരുമാറി. അവർ ബുദ്ധിയോടെ പെരുമാറിയതുകൊണ്ട് കിട്ടിയ ഏണിങ്സ് എത്തിച്ചുകൊണ്ട് നല്ല വീട് പണിതു. അവർക്ക് ജീവിക്കാനുള്ള ഫൈനാൻസ് ബാങ്കിലുണ്ട്. ഇത് തന്നെ ഈ ഭൂമിയിൽ എൻ്റെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. ഇവിടെ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ വല്ലോ എത്തിച്ചാൽ അവിടെ ചെന്നാൽ ഹല്ലേലൂയ വാടാത്ത പ്രതിഫലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. മരണം ആരെയും നാളെ വേട്ടയാടാം. അല്ല, കർത്താവ് ഈ തലമുറ ഇസ്രായേലിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. യെരുശലേം അവൻ്റെ കയ്യിൽ നിന്ന് പോകാൻ പോവുക. അതിൻ്റെ ശബ്ദമായി കേൾക്കുന്ന മുഴുവൻ യെരുശലേം അവൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. വേദപുസ്തകം വെളിപ്പെടുത്തുന്നതാ. വെളിപ്പാട് പുസ്തകം 11 പറയുന്നുണ്ട്, ജെറുസലേം കയ്യിൽ നിന്ന് വിട്ടുപോകും, പകരം ദേവാലയം കിട്ടും. അപ്പോൾ എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കും. എന്നാൽ അതിനു മുമ്പേ ക്രിസ്തുവിൻ്റെ മക്കൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. കാലമധികമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചോളം 10 കാര്യങ്ങളാണ്. അത് ഓപ്പൺ ചെയ്താൽ എൻ്റെ സമയത്ത് തീരുകയില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയാം. നോക്കിക്കേ, യെരുശലേം അവരുടെ കയ്യിൽ നിന്ന് പോകും. കണ്ടില്ലേ, 1.5 വർഷമായി മിസൈൽ അടിച്ച് മഴ പോലെ അടിച്ചിട്ട് എന്തോ സംഭവിച്ചു? കാര്യം എന്താ? വിടാൻ പോവുക, തീരത്തില്ല. അമേരിക്കയിലെ ലോകം മുഴുവൻ കൂടെ നിന്നാലും അവൻ്റെ കയ്യിൽ നിന്ന് ജെറുസലേം മേടിച്ചു കൊടുക്കും. വായിക്കാം, വെളിപ്പാട് 11 വായിച്ചേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ലോകത്തിലെ 198 രാജ്യങ്ങൾ ഒന്നിച്ചെതിർത്താലും ഇസ്രായേലിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ബൈബിളിലെ വാക്യം. ആ വാക്യം വായിച്ചിട്ട് വേണം ഞാൻ പറയാൻ. വായിക്കാം, യെരമ്യാവ് 31:35 വായിക്കാം. ലോകത്തിലെ മുഴുവൻ രാജ്യവും ഇസ്രായേലിനെതിരായി നിന്നാലും ഇസ്രായേലിനെ തൊടാനൊക്കത്തില്ല. 2 കാരണമാ. 1 യെരമ്യാവ് 31:35. സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ഈ സിസ്റ്റം ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ കാണും. അടുത്തത്
135 സങ്കീർത്തനം 4 വാക്യം. 135 സങ്കീർത്തനം 4 വാക്യം. യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്നെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തു. ഇസ്രായേൽ ദൈവത്തിന്റെ നിക്ഷേപമാ, തൊടാനൊക്കത്തില്ല. പക്ഷെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ പ്രമാദം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയില്ല, സ്വന്തത്തിലേക്ക് വന്നു. കർത്താവിനെ അവർ ക്രൂശിക്കാൻ പിന്തുണച്ചു. എന്നാൽ ദൈവം അവരെ തള്ളിക്കളയത്തില്ല. അവർക്ക് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും. റോമർ 11:8 അവരെ ക്ലീൻ ചെയ്യാൻ പോവുക. ക്ലീൻ ചെയ്യുമ്പോൾ ജെറുസലേം അവരുടെ കയ്യിൽ നിന്ന് പോകും. വായിക്കാം, വെളിപ്പാട് 11:1 മുതൽ വായിക്കാം. വെളിപ്പാട് 11:1. പിന്നെ ദണ്ഡു പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റു ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ജാതികൾ പിടിച്ചെടുത്തെന്നല്ല, ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ജാതികൾ യെരൂശലേം നഗരം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് സെറ്റിൽമെന്റ്. ദാനിയേൽ 9:27 ഒരാഴ്ച വട്ടത്തേക്ക് അവൻ ശക്തിയായ ഉടമ്പടി ചെയ്യും. എതിർ ക്രിസ്തു 1 യഹൂദനോട്, 2 ലോക ജനതയോട്, 3 കൈവിടപ്പെടുന്ന ക്രിസ്ത്യാനിയോട്. അതിൽ യഹൂദനോടുള്ള ഉടമ്പടിയാണ്, നിന്റെയൊക്കെ ദേവാലയം ഞാൻ നിർമ്മിച്ചു തരാം. വായിക്കാം, 2 തെസ്സലോനിയർ 2:4. 2 തെസ്സലോനിയർ 2:4. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്, അവൻ ദേവാലയത്തിലിരിക്കും. അപ്പോൾ ദേവാലയം ഉണ്ടാവും. 95 വസ്തുക്കൾ വേണം ദേവാലയം നിർമ്മിക്കുവാൻ. 95 വസ്തുക്കൾ അവരുടെ കയ്യിലുണ്ട്. DNA ടെസ്റ്റിൽ ലേവ്യ ഗോത്രക്കാരെ ഡിമാർക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ട്രെയിനിങ്ങും കൊടുത്ത് നിർത്തിയിരിക്കുന്നു. അനുവാദം കിട്ടിയാൽ 20 ദിവസം കൊണ്ട് ദേവാലയം പണിയാം. ജെറുസലേം കൊടുക്കും ജാതികൾക്ക്, പലസ്തീനികൾക്ക് കൊടുക്കും. പകരം അവർക്ക് ദേവാലയം പണിതു കൊടുക്കും, അല്ലെങ്കിൽ പണിയുവാൻ സപ്പോർട്ട് ചെയ്യും. ഉടനെ കർത്താവ് പറഞ്ഞൊരു വാക്യം നിവർത്തിക്കും, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. യോഹന്നാൻ 5:43. ദേവാലയം കിട്ടുമ്പോൾ അവർ പറയും, ഇതാണ് ക്രിസ്തു. ഞാൻ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഒരു തെളിവുകളെ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാനാ. സഭ എടുക്കപ്പെട്ട ശേഷം നടക്കും എന്നുള്ളതിൻ്റെ തെളിവ് ഹാജരാക്കിയിട്ട് ഞാൻ ഇരിക്കും. അപ്പോൾ എതിർ ക്രിസ്തു ദേവാലയത്തിലിരുന്ന് മുമ്പേ പറഞ്ഞ ആ ടെക്നോളജിയിൽ അവനെ നമസ്കരിക്കാൻ പറയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഓഗ്മെന്റ് ടെക്നോളജിയിൽ അവൻ എല്ലാവരുടെയും ഉള്ളിൽ സംസാരിക്കുമ്പോൾ, അവനെ നമസ്കരിക്കാൻ പറയുമ്പോൾ യഹൂദനൊരു ചിന്ത വരും, കൽപ്പനയുണ്ട്, യാതൊരു പ്രതിമയെയും നമസ്കരിക്കരുതേ. യഹൂദൻ ഓർമ്മ വരും. അപ്പോൾ യഹൂദൻ ചെറുക്കുമ്പോൾ യഹൂദനെ കഠിനമായി പീഡിപ്പിക്കും. ഞാൻ പറഞ്ഞു വിടുക. ഇഷ്ടം പോലെ ചോരപ്പുഴ ജെറുസലേമിലും പലസ്തീനിലും യഹൂദന്റെ ഒഴുകും. അപ്പോൾ കർത്താവ് 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കും. ആ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൊബൈൽ ഗൂഗിൾ ഉള്ളവർ ഞാൻ പറയുമ്പോൾ എടുക്കണം. ഞാൻ പറഞ്ഞത് സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ. വെളിപ്പാട് 11:8 വായിക്കാം. വെളിപ്പാട് 11:8. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. 2 സാക്ഷികളുടെ ശവം കിടക്കുന്ന ചരിത്രം പറയാനാ. അതറിയാം നമുക്ക്. 3.5 വർഷം ശവം എടുക്കത്തില്ല, കുഴിച്ചിടത്തില്ല. ലോകത്തിലുള്ളവരെല്ലാം സോഷ്യൽ മീഡിയ വഴി കാണും. എവിടെ കിടക്കും? അടുത്ത വാക്യം വായിക്കാം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീം എന്ന് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ജെറുസലേം നഗരം, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന 3 മതങ്ങളുടെ പുണ്യഭൂമി. ക്രൈസ്തവ മതം, ഇസ്ലാം മതം, യഹൂദമതം. യഹൂദമതത്തിന് 3 പ്രത്യേകത. അവരുടെ പാസ്ഓവർ പെസഹ യെരുസലേമിൽ, അവരുടെ രാജധാനി യെരുസലേമിൽ, അവരുടെ ലോകത്തിലെ ഏക ദേവാലയം യെരുസലേമിൽ. അറബികൾക്കും 3 പ്രത്യേകത. അവരുടെ ഒടുവിലത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത് യെരുസലേമിൽ നിന്ന്. 2, അതിൻ്റെ പ്രതീകമാണ് ഡോം ഓഫ് ആർക്ക്.
യെരുസലേമിൽ 3. അവർക്ക് ലോകത്തിൽ 3 പ്രസിദ്ധമായ ദേവാലയങ്ങൾ. 2 സൗദിയിൽ, മെക്ക, മദീന. 3 യെരുസലേമിന്റെ തെക്ക് വശത്തെ അലക്സ. ക്രൈസ്തവ കോളത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗത്തിനും 10 പ്രത്യേകത. 1, നമ്മുടെ കർത്താവ് രാജാവാണെന്ന് ഡിക്ലെയർ ചെയ്ത് എഴുന്നള്ളിയ ഏക പട്ടണം ജെറുസലേം. 2, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചതും വിസ്തരിച്ചതും അറസ്റ്റ് ചെയ്തതുമെല്ലാം ജെറുസലേം. 3, നമ്മുടെ കർത്താവിൻ്റെ ബോഡി അടക്കിയത് ജെറുസലേം. 4, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ജെറുസലേമിൽ. 5, നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ജെറുസലേമിൽ. 6, പരിശുദ്ധാത്മാവിനെ അയച്ചത് ജെറുസലേമിൽ. 7, ക്രൈസ്തവ സഭ ആരംഭിച്ചത് റോമിലല്ല, അന്ത്യോക്യയിലല്ല, ജെറുസലേമിൽ. 8, ആദ്യമായി ഭരണപക്ഷത്തു നിന്നും ക്രൈസ്തവർക്ക് പീഡനമുണ്ടായത് ജെറുസലേമിൽ. 9, ആദ്യത്തെ രക്തസാക്ഷി സ്റ്റെഫാനോസ് കല്ലേറുകൊണ്ട് പിടഞ്ഞു മരിച്ചത് ജെറുസലേം. 10, യഹൂദന്മാരല്ലാത്ത എന്നെയും നിങ്ങളെയും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ ചേർക്കുവാനുള്ള കർത്താവിൻ്റെ കൽപ്പന ഔദ്യോഗികമായി അംഗീകരിച്ച ജെറുസലേം കൗൺസിൽ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ജെറുസലേം. ഈ പ്രത്യേകതയുള്ള ജെറുസലേമിനെ കുറിച്ച് പറയുന്നു. ഇനി അടുത്ത കേട്ടോളം, നിങ്ങൾ ഗൂഗിൾ എടുക്കണം, ഇത് തെളിയിച്ചു പോകാനാം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്ന് പേരുള്ള മഹാനഗരം. എന്താണ് സോദോം? എന്താണ് സോദോം പാപം? അറിയാമല്ലോ, ലോത്ത് താമസിച്ച പട്ടണമാണ് സോദോം. തുറന്നു പറയാം, സെയിം സെക്സ് ക്യാരക്ടർ. പുരുഷന്മാർ തമ്മിലും സ്ത്രീകൾ തമ്മിലും നിയമവിരുദ്ധമായി, വചനവിരുദ്ധമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന പരിപാടിയുടെ പേരാണ് സോദോം. അതിന് ഇന്നത്തെ ആധുനിക ഭാഷയിൽ പേരുണ്ട്. പുരുഷന്മാർ തമ്മിൽ ലൈംഗിക ബന്ധം പുലർത്തി ഭാര്യാഭർത്താക്കന്മാരെ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് ഗേ, GEY. സ്ത്രീകൾ തമ്മിൽ വചനവിരുദ്ധമായി ലൈംഗിക ബന്ധം പുലർത്തുന്നതിന് പേരാണ് ലെസ്ബിയൻസ്. അപ്പൊ ഗേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സോദോം. ഇനി നിങ്ങൾ ഒരു ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കുക. തെളിയിച്ചത് സത്യമാണെന്ന് തെളിയിക്കണ്ടേ? ഗൂഗിൾ കയ്യിലുള്ളവരും ഇൻ്റർനെറ്റ് ഉള്ളവരും ഞാൻ പറയുന്നത് അടിക്കണം. ജെറുസലേം ഗേ പരേഡ് 2024 അടിച്ചേ. ജെറുസലേം ഗേ, GEY, ഗേ പരേഡ്. പരേഡ് അറിയാലോ, PAROD, പരേഡ് 2024 നടി. ഒരു ചിത്രം കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഫോണൊന്ന് ഉയർത്തി കാണീരേ. തോമസ് മാമൻ വല്ലതും പറഞ്ഞേച്ച് പോകത്തില്ല. ആധികാരികമായി തെളിവുകൾ സഹിതമേ എല്ലാം പറയത്തുള്ളൂ. ജെറുസലേം ഗേ പരേഡ് 2024. ആർക്കെങ്കിലും കിട്ടിയോ? ആർക്കും കിട്ടിയില്ല? കിട്ടിയോ? കിട്ടിയോന്ന് കാണിച്ചേരെ. നോക്കിക്കേ, നിങ്ങൾ കണ്ടോ? 2000-ൽ പരം യുവാക്കൾ. അവരുടെ സിമ്പലാണ് 7 നിറമുള്ള കൊടി, മഴവില്ലിൻ്റെ നിറമുള്ള കൊടിയുമായി. 1000-ൽ പരം പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ. ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ച് യെരുസലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം, നമ്മുടെ കർത്താവ് രാജാവായി വന്ന നഗരം, നമ്മുടെ കർത്താവ് ക്രൂശം ചുമന്നുകൊണ്ട് പോയ നഗരത്തിൽ കൂടി 1000-ൽ പരം ഗേ സ്വഭാവക്കാർ മാർച്ച് ചെയ്തേച്ച് പറയുന്നു, ഞങ്ങൾ ഗേ, ഇത് ഞങ്ങളുടെ സിറ്റി. 2000 വർഷം മുമ്പേ വേദപുസ്തകം പറയുന്നു ഈ വിശുദ്ധ നഗരത്തിന് ഇങ്ങനൊരു പേര് വരും എങ്കിൽ സഭയെടുക്കപ്പെടേണ്ട സമയം ഇതാ എത്തിക്കഴിഞ്ഞു. ഇനി ഒരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നില്ല. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇസ്രായേലിന്റെ 10 കാര്യങ്ങളാ, ഞാൻ 2 കാര്യമേ പറഞ്ഞുള്ളൂ. ഇന്ന് മനുഷ്യ മനസാക്ഷിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. മതം മാറ്റാൻ വന്നവരല്ല ഞങ്ങൾ, സഭ മാറ്റാൻ വന്നവരല്ല, ഒരു മതത്തെ കുറ്റം പറയാൻ വന്നതല്ല. മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണം പാപം. പാപമെന്നാൽ ദൈവഹിതമല്ലാത്തത്. പാപം ചെയ്ത ദേഹി മരിക്കും, അവൻ മരിച്ചാൽ നിത്യദണ്ഡനം. എന്നാൽ അവനെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തമല്ലാതെ വേറെ വഴിയില്ല. വീണ്ടെടുത്താൽ നിത്യജീവൻ ഏതും സ്വീകരിക്കാം.